പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ റാണി സിജു ആണ്. കർത്താവിൻ്റെ ദാസി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവം അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ ആദ്യ അവസാനം സ്കിപ്പ് ചെയ്യാതെ പ്രാർത്ഥനയോടെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ ദാസി പ്രിയ റാണി സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ആ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. ഞാൻ കൊല്ലം കടപ്പാക്കടയിൽ നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ താമസിക്കുന്നു, കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഓക്കെ സിസ്റ്ററിനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് സംസാരിക്കുന്നതിനുള്ള സമയമാണ്. ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ ദൈവീയ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. നന്ദി ദേവദാസനെ. സ്തോത്രം. അരോമ ടി വിയിലൂടെ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ വലിയവനായ ദൈവം എനിക്ക് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സാക്ഷ്യം ശ്രവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചാക്കിയ എല്ലാ ദൈവജനത്തിനും ആമേൻ. മാന്യ കർത്താവിന്റെ ദാസനും എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനം. അരോമ ടി വി ചാനലിനും ഇതിന്റെ അഡ്മിൻ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ 2 വരികൾ ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് മറ്റേ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കാരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കൃത്തിലെന്നെ വഹിച്ചതിനാ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കൃത്തിലെന്നെ വഹിച്ചതിനാ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും യേശുവില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും യേശുവില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കാരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. ഹല്ലേലൂയ. അരുമനാഥന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തള്ളിക്കളയാതെ മാർവിൽ ചേർത്ത് കൃത്തിൽ നമ്മളെ വഹിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എത്രത്തോളം നിലനിർത്തിയ വൻകൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സാക്ഷ്യങ്ങൾ കർത്താവിനെ നടത്തിയത് ഹല്ലേലൂയ പ്രിയ കർത്താവിന്റെ ദാസനോടും അരോമ ടി വിയിലെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരോടും ഒരുമിച്ച് പങ്കിടുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഈ തലമുറയിൽ എന്റെ കർത്താവിനെ ഉയർത്തുവാൻ, ഈ വചനത്തെ മാറോട് ചേർക്കുവാൻ, ഹല്ലേലൂയ ആമേൻ, വചനപ്രകാരം ജീവിക്കുവാൻ ആമേൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യം. പ്രതികൂലത്തിന്റെയും കഷ്ടതയുടെയും നടുവിലും തള്ളിക്കളയാതെ ആമേൻ സ്തോത്രം, ഞാൻ വീണുപോകുമെന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിലും
കൈക്ക് പിടിച്ച് ഹല്ലേലൂയ വഴി നടത്തിയ എന്റെ അരുമനാഥനെ, എന്റെ കർത്താവിനെ ഉയർത്തുന്നതിൽ ആമേൻ സ്തോത്രം വളരെ സന്തോഷവുമുണ്ട്. ഹല്ലേലൂയ, ഇത് അനേകർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ എന്നെ തന്നെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാന് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത് പെരിങ്ങാലം എന്ന് പറഞ്ഞ ഒരു ദ്വീപിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഇന്നും ഹല്ലേലൂയ ഈ ആഗോള താപനം മൂലം വേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ് പെരിങ്ങാലം എന്ന് പറഞ്ഞ സ്ഥലം, മൺട്രോത്തുരുത്ത് പെരിങ്ങാലം. 4 ചുറ്റും വെള്ളത്താൽ നിറയപ്പെട്ട ഇന്നൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് കൂടെയാണ്. വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം. പക്ഷേ അവിടെ വാഹന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴും ബോട്ടിന്റെയും വള്ളത്തിന്റെയൊക്കെ സഹായത്തിലാണ് ഈ തുരുത്തിനെ മറ്റ് സ്ഥലങ്ങളുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അവിടെയാണ് കർത്താവിന്റെ കൃപയാൽ എനിക്ക് വളർത്തപ്പെടുവാൻ അത്യുന്നത ദൈവം കൃപ ചെയ്തത്. അവിടെ ആമേൻ സ്തോത്രം. ഞങ്ങള് മർത്തോമ കുടുംബക്കാരാണ്, മർത്തോമ പള്ളിക്കാരാണ്. സ്തോത്രം. എന്റെ 5ാമത്തെ വയസ്സിലാണ് അവിടെ ഒരു മർത്തോമ പള്ളി സ്ഥാപിതമാകുന്നത്. അതുവരെ ഞങ്ങള് അഷ്ടമുടി ഇഞ്ചവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് മർത്തോമ പള്ളിയിലാണ് കൂടി വന്നുകൊണ്ടിരുന്നത്. ഇത് പറയാനുള്ള കാരണം സ്തോത്രം, എന്റെ ചെറുപ്രായത്തിൽ എന്റെ ഇടത് കാലിന് സ്വാധീനം നഷ്ടപ്പെട്ടിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. മറ്റുള്ളവർ എന്നെ മുടന്തി തളന്തി എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് കളിയാക്കുന്ന അന്നത്തെ കാലയളവാണല്ലോ. സ്തോത്രം. ഒരു ജീവിത സാഹചര്യത്തില് സ്തോത്രം എന്റെ മാതാവും പിതാവും ഒക്കെ സ്തോത്രം എന്നെ പല ട്രീറ്റ്മെന്റിലൂടെ ഒക്കെ കൊണ്ടുപോയെങ്കിലും സ്തോത്രം എനിക്ക് ഒരു സൗഖ്യമൊന്നും കിട്ടിയില്ല. എന്റെ വീട്ടിൽ എന്റെ പപ്പയും അമ്മയും ഞങ്ങൾ 3 മക്കളാണ്. ഏറ്റവും ഇളയതാണ് ഞാന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ട്രീറ്റ്മെന്റിനൊക്കെ കൊണ്ടുപോയെങ്കിലും വളരെ പ്രയോജനമില്ലാതിരുന്ന ഒരു സമയത്താണ് ഞങ്ങളുടെ മർത്തോമ പെരിങ്ങാലം പള്ളി ആമേൻ സ്തോത്രം ഇനാഗുറേഷൻ നടക്കുന്നത്. അന്ന് ബഹുമാന്യ അലക്സാണ്ടർ മർത്തോമ മെത്രാപ്പോലിത്ത അവർകൾ ഞങ്ങളുടെ ദേശത്ത് കടന്നു വരികയും എന്റെ മാതാവ് ചെന്ന് എന്റെ വിഷയങ്ങൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജ്യേഷ്ഠന്റെ മകനാണ്, ട്രിവാൻഡ്രം ഓർത്തോ വിഭാഗം ഡോക്ടർ, അവിടെ കൊണ്ടുപോയി സർജറി ചെയ്യാം. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് എന്റെ കാലിന്റെ അസ്ഥി ഇങ്ങനെ ഒടിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്, സർജറി ചെയ്ത് ആമേൻ മാറ്റണം. പക്ഷെ എന്റെ അമ്മ പറഞ്ഞു, അവിടെ ദേഹത്ത് കത്തി വെക്കണ്ട, അത്യുന്നത ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും. കർത്താവ് സൗഖ്യം കൊടുത്തിട്ട് അവൾ കർത്താവിന്റെ വേലയ്ക്കായിട്ട് അവൾ ജീവിക്കട്ടെ. എന്ത് അർത്ഥത്തിലായി അങ്ങനെ പറഞ്ഞതെന്നോ അതിനെക്കുറിച്ച് എത്രമാത്രം കാഴ്ചപ്പാട് അമ്മയ്ക്ക് ഉണ്ടായിരുന്നോ എന്നോ എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കേട്ട അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മോൾക്ക് ഇത്ര വിശ്വാസമാണെങ്കിൽ ഞാനും ഒരു 10 മിനിറ്റ് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അവർ 2 പേരും കൂടെ ആ സമയത്ത് എന്നെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചു, പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കാലിന്റെ ഈ മുടന്തും പ്രശ്നങ്ങളും എല്ലാം എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. കർത്താവ് എന്നെ സൗഖ്യമാക്കി എന്ന് മാത്രമല്ല, ആ പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും ആ പുൾപിറ്റില് ആമേൻ വളരുവാൻ അത്യുന്നത ദൈവം ഒരു ഭാഗ്യം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ഞാൻ തെളിവോടെ ഈ വചനത്തെ ലജ്ജയില്ലാതെ ഉയർത്തുന്നെങ്കിൽ എന്റെ ബാല്യത്തിലെ ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ ഓർപ്പിക്കുന്നത് പോലെ അമ്മയുടെ ഗർഭം മുതലേ എന്റെ കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് ആമേൻ സ്തോത്രം, ആ നിയോഗത്തിൽ ദൈവം എന്നെ ആക്കിയത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ വളരുവാനും ദൈവവചനം പഠിക്കുവാനും ഒക്കെ ഉള്ള ഒരു അവസരം കിട്ടിയത്. എന്നാൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ മർത്തോമ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു പെന്തക്കോസ്ത് ഷാരോൺ ചർച്ച് ഉണ്ട്. ഞങ്ങൾ ഈ മർത്തോമ പള്ളിയിൽ ആരാധന കഴിഞ്ഞിട്ട് ഷാരോൺ ചർച്ചിലോട്ട് സൺഡേ സ്കൂൾ പഠിക്കാൻ ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഓടിച്ചെല്ലും. കാരണം ഞങ്ങളുടെ വീട്ടിലെ ഒരു പ്രത്യേകത, എന്റെ പപ്പ അല്പം മദ്യപാനിയൊക്കെ ആയിരുന്നെങ്കിലും എല്ലാ ദിവസവും സന്ധ്യ ആകുമ്പോൾ അമ്മയും ഞങ്ങൾ 3 മക്കളും കൂടെ ഇരുന്ന് നിർബന്ധമായും പാട്ട് പാടി ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കണമെന്നൊരു വലിയ നിഷ്കർഷ ഞങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരുന്നു. സ്തോത്രം. ഞങ്ങൾ 4 പേരും കൂടെ പാട്ട് പാടിയാൽ ആ ദേശത്ത് ആ ശബ്ദമെല്ലാം ഒന്ന് മുഴങ്ങും. അപ്രകാരം നല്ല ഒരു അന്തരീക്ഷത്തിലാണ് ദൈവം ഞങ്ങളെ വളർത്തിക്കൊണ്ടു വരുവാനിടയായത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മർത്തോമ പള്ളിയിൽ നിന്ന് സൺഡേ സ്കൂൾ പഠിക്കുവാനായിട്ട് ഷാരോൺ ചർച്ചിൽ പോയി
ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ പോയി സൺഡേ സ്കൂൾ പഠിച്ച് എക്സാം ഒക്കെ എഴുതിയാൽ നല്ല സമ്മാനമൊക്കെ കിട്ടും. എനിക്കൊരു ഫുൾ ബൈബിള് ലഭിച്ചത് ആ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ നിന്നാണ്. അനേക കർത്തൃദാസന്മാരുണ്ട്, അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ നടത്തിയവരെ ഓർത്തുകൊള്ളണമെന്ന് ദൈവവചനം നമ്മളെ നിഷ്കർഷിക്കുമ്പോൾ ഇന്ന് ഞാൻ സാക്ഷ്യം പറയുമ്പോഴും അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രീ ഡിഗ്രി എക്സാം എഴുതി നിൽക്കുന്ന സമയത്ത് ഈ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചില് ഒരു കൺവെൻഷൻ നടക്കുകയാണ്. അവിടെ ആ ദ്വീപ് ആയതുകൊണ്ട് ഒരു 10-250 കുടുംബക്കാർ മാത്രമേ ഉള്ളൂ അവിടെ താമസിക്കുന്നത്. മർത്തോമയെന്നോ ഹിന്ദുക്കളെന്നോ അവിടെ വലിയ ഭേദങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല ഒരുമയോടും ഐക്യതയോടെ ഒക്കെ താമസിക്കുന്നവര്. അപ്പോൾ ഈ പെന്തക്കോസ്തിന്റെ കൺവെൻഷന്റെ സമയത്ത് മർത്തോമയിൽ ഞങ്ങൾ എല്ലാവരും പോകും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അന്നത്തെ കർത്തൃദാസൻ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചു: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ആ സുവിശേഷ പ്രഭാഷണം എന്റെ ജീവിതത്തിന്റെ മുഖച്ഛായ മാറ്റുവാൻ കെൽപ്പുള്ളതായിരുന്നു. അനേകർ അവിടെ സുവിശേഷം കേട്ടെങ്കിലും ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന വചനം പലരിലും കേൾക്കപ്പെട്ടെങ്കിലും പലരുടെ ഹൃദയത്തിലേക്ക് കടന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ജീവിതത്തിലേക്ക് അത് കടക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഒന്നിനകത്തും മറ്റൊരുവനിലും രക്ഷയില്ലാതിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷയുണ്ട്, വിടുതലുണ്ട്, ആശ്വാസമുണ്ട്, സൗഖ്യമുണ്ട്. ഇതെല്ലാം ആ ബാല്യത്തിലെ അനുഭവിക്കുവാൻ അത്യുന്നത ദൈവം എനിക്ക് കൃപ ചെയ്തു. സ്തോത്രം. അക്ഷരാർത്ഥത്തിൽ ആ ക്രൂശിന്റെ വചനം ദൈവശക്തിയായി എന്റെ ജീവിതത്തിൽ പരിണമിക്കാൻ തുടങ്ങി. എനിക്ക് കുറച്ച് സമയങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ ആർത്തിയോടെ ബൈബിള് വായിക്കാൻ തുടങ്ങി. സ്തോത്രം. ആർത്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ വീട്ടിൽ ആരുമില്ലാതിരിക്കുന്ന സമയങ്ങൾ ഞാനും ദൈവവുമായിട്ടുള്ള ആഘോഷ വേളകളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളതും ഈ ദൈവവചനമാണ്. ഈ വചനം വായിച്ചിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, മോഷ്ടിക്കുന്നത് പാപമാണെന്നും കള്ളം പറയുന്നത് പാപമാണെന്നും അന്യരുടെ വസ്തു എടുക്കുന്നത് പാപമാണെന്നും എന്നെ പഠിപ്പിച്ചത് ഈ തിരുവചനമാണ്. സ്തോത്രം. ഞങ്ങളുടെ ആ ജീവിത സാഹചര്യത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും സാധനങ്ങൾ എടുക്കുകയും ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ജീവിക്കുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, 15-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്തവൻ. അതിന് ഞാൻ പൂർണ്ണതയിൽ എത്തിക്കുന്ന യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും, പാറക്കോട്ടകൾ അവർക്ക് അഭയ സ്ഥാനമായിരിക്കും. സ്തോത്രം. അപ്പോൾ ഈ ദൈവവചനം എന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നപ്പോൾ ആമേൻ, പാപബോധം എനിക്ക് ഉളവാകുവാൻ ഇടയായി തീർന്നു. പല പാപ സ്വഭാവങ്ങളും എന്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടോ ആരും പറഞ്ഞു തന്നിട്ടല്ല, ഈ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ എന്നെ ഉപദേശിക്കുന്നതും എന്നെ ശാസിക്കുന്നതും എന്നെ ഗുണീകരിക്കുന്നതും എന്നെ നീതിയിലേക്ക് നടത്തുന്നതുമായി ഹല്ലേലൂയ അനുദിനം ഈ വചനം എന്നിൽ വളർന്നുകൊണ്ടിരുന്നു. ഒരു അഭിഷിക്തന്മാരും എന്റെ തലയിൽ കൈവച്ചിട്ടല്ല ഞാൻ അഭിഷേകം പ്രാപിച്ചത്. സ്തോത്രം. അർദ്ധരാത്രി ഞാൻ എന്റെ ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ സമയത്താണ് ഈ അഭിഷേകം എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകി തരുന്നത്. അപ്പോൾ ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാകുന്നു. ഇത് എന്റെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവന്നപ്പോൾ ഞാൻ പ്രീ ഡിഗ്രിയുടെ റിസൾട്ട് നോക്കിയില്ല. സ്തോത്രം. ഞാനൊരു ക്യാമ്പിന് പോയി. എന്റെ പാരൻസിന്റെ അനുവാദത്തോടുകൂടെ ക്യാമ്പിന് പോയി. എന്റെ ഓർണമെന്റ്സ് എല്ലാം ഊരി ഞാൻ സ്നാനപ്പെട്ടിട്ടാണ് തിരിച്ച് എന്റെ ഭവനത്തിൽ വരുന്നത്. സ്തോത്രം. എന്റെ മാതാപിതാക്കളോട് ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തത് എന്തെന്ന് ചോദിച്ചാൽ ഈ വചനത്തെ അനുസരിച്ചു. ഹല്ലേലൂയ. തിരിച്ചു വന്നപ്പോൾ ഒരുപാട് പ്രതികൂലങ്ങൾ എനിക്കുണ്ടായിരുന്നു, പ്രതിസന്ധികൾ എനിക്കുണ്ടായിരുന്നു. കാരണം ആ സമയം എന്റെ പപ്പ ഒരു വശം പാരലൈസ്ഡ് ആയിട്ട്
ഭവനത്തിലായിരുന്ന അവസ്ഥകളുണ്ട്. സ്തോത്രം. എന്റെ മാതാവ് കണ്ണുനീരോടുകൂടെ ദൈവസന്നിധി നിലവിളിച്ച അനവധി രാത്രികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 3 വർഷം ഒരേ കിടക്കയിൽ കിടന്ന സാഹചര്യത്തിനകത്ത്, ആമേൻ, എന്റെ മാതാവിന്റെ കണ്ണുനീര്, എന്റെ മാതാവിന്റെ അധ്വാനം, സ്തോത്രം, ഹല്ലേലൂയ, അതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ എന്റെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഞാനിങ്ങനെ സ്നാനപ്പെട്ടു, തിരിച്ചു വന്നു. ഞാനിങ്ങനെ ആവശ്യപ്പെട്ടു, എനിക്ക് സെമിനാരിയിൽ പഠിക്കാൻ പോകണം. അപ്പോൾ ഭർത്തോമേൽ അച്ഛനും എന്റെ അമ്മയും പ്രിയപ്പെട്ടവരെല്ലാവരും പറഞ്ഞു, നവജീവോദയത്തിൽ പോയി പഠിക്ക്. സ്തോത്രം. അതാകുമ്പോൾ നമ്മുടെ ഇത് തന്നെയാണല്ലോ, വീട്ടിൽ നിന്ന് ആരും വിടത്തില്ല. എങ്കിലും ആമേൻ, സ്തോത്രം, ഞാന് ഇങ്ങനെ പറഞ്ഞ് KP യോഹന്നാന്റെ ബൈബിൾ സെമിനാരിയില് ദൈവവചനം പഠിക്കാനായിട്ട് കടന്നു പോകുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. എന്നാൽ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരവസ്ഥയായിരുന്നു എന്റെ ജീവിതത്തിനകത്തുള്ളത്. ഹല്ലേലൂയ. വീട്ടിൽ പപ്പ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. പഠിക്കുന്ന ഇടത്തും പലതരത്തിലുള്ള പ്രതിസന്ധികൾ, ഫീസ് അടയ്ക്കാനുള്ള ഇല്ലാത്ത അവസ്ഥകൾ. ഹല്ലേലൂയ. കാര്യം എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒന്നും പെൺമക്കളെ ഇങ്ങനെ ദൂരെ വിട്ട് പഠിപ്പിക്കുന്നതിനോടോ ഒന്നും താല്പര്യമില്ലായിരുന്നു. അല്ലാതെ സെക്യുലറായിട്ട് എനിക്ക് LLB ചെയ്യണമെന്നൊക്കെ വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ ക്രിസ്തു എന്റെ ജീവിതത്തിനകത്ത് പരിവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെയാണ് ഞാൻ സെമിനാരിയിൽ പഠിക്കാൻ പോകുന്നത്. അവിടെ നിന്ന് വന്നിട്ട്, സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി 1:8 വായിക്കുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകുകയും. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആ മൺട്രോത്തുരുത്ത് പെരിങ്ങാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കയറി ഇറങ്ങി പ്രാർത്ഥിക്കാത്ത ഭവനങ്ങളില്ല. സ്തോത്രം. ഞാൻ പ്രീ ഡിഗ്രിക്കാണ് വിശ്വാസത്തിൽ വന്നതെങ്കിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തും നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഓരോ പ്രതികൾ കൊണ്ടുവന്ന് എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇതിനോട് ചേർന്ന് പറയട്ടെ. സ്തോത്രം. നമുക്ക് വേണ്ടി ജീവൻ തന്ന ഒരു അരുമ രക്ഷകനുണ്ട്. ഈ കർത്താവ് നമ്മളെ ലോക സ്ഥാപനത്തിന് മുൻപേ കണ്ടു, നമ്മെ തിരഞ്ഞെടുത്തു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും കൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, മർത്തോമക്കാരെന്നോ യാക്കോബക്കാരെന്നോ പെന്തക്കോസ്തുകാരെന്നോ ഒരു വ്യത്യാസവുമില്ല. ഈ ദൈവവചനം അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട്, ആമേൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യർ ഭാഗ്യവാന്മാരാ. അവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവരുടെ വീട്ടിൽ ഉണ്ടാകും. പ്രിയ ദൈവമക്കളെ, ആമേൻ, ഏത് ഡിനോമിനേഷൻ എന്നല്ല, വചനത്തെ ഭയപ്പെടുക, ദൈവവചനത്തിങ്കൽ വിറയ്ക്കുക, മനോവിനയവും താഴ്മയും, ഹല്ലേലൂയ, ദൈവിക സ്വഭാവവും എല്ലാം, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ സ്വഭാവം, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി നമ്മളിൽ നിന്ന് പുറത്തു വരും. അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും. അതെനിക്ക് മനസ്സിലാകുവാൻ കുറെ കാലഘട്ടം എടുത്തു. ഒരു 2-3 വർഷത്തിന് മുന്നേ എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, റാണി മോളെ, നീ അന്ന് തന്ന ബൈബിൾ അങ്ങ് കീറിപ്പോയി. ഒരു ഹൈന്ദവ സഹോദരിയാണ്, എന്റെ നല്ലൊരു സുഹൃത്താണ്. സ്തോത്രം. എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവിടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, നല്ലൊരു തീരുമാനം എടുക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഓടിച്ചെന്ന് ബൈബിൾ എടുത്ത് വായിക്കും. അതിനനുസരിച്ചാണ് അവൾ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു സാക്ഷ്യം, അവിടെ അമ്മ ഞങ്ങളുടെ ഒരു അധ്യാപിക കൂടെ ആയിരുന്നു. അധ്യാപിക മരിച്ചു. ആ പ്രിയപ്പെട്ടവരുടെ അമ്മ മരിച്ചു. അതിനുശേഷം അമ്മയുടെ അനിയത്തി ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് തിരുവനന്തപുരം RCC ആയിരുന്ന സമയം ആന്റിയെ കാണാൻ അവൾ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു, ഒരു പ്രതീക്ഷയും വെക്കണ്ട. ഇതെല്ലാം കേട്ട് വളരെ ഭാരത്തോട് ഓടി വന്ന്
പെട്ടി തുറന്ന് ആ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഏതാന്നൊന്നും അറിയത്തില്ല, പക്ഷേ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു ദൈവം, അവൻ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും ആ ഭാഗത്ത് ഞാൻ വായിച്ചു. ഞാൻ ആ വാക്യം 2-3 ആവർത്തി വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ പറയുന്നത് പോലെ യേശുപ്പച്ച എന്റെ ആന്റിയെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്റെ ആന്റി ഇന്നും ജീവനോടെ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നിഷ്കളങ്കതയോടെയുള്ള പ്രാർത്ഥന, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്, സ്തോത്രം, കാണുവാൻ നമ്മൾക്ക് ഇടയായിത്തീരുന്നു. എനിക്കത് വലിയ സന്തോഷമായി. എന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ട് എനിക്കൊരു പുതിയ ബൈബിള് വേണം, അതും എല്ലാം കൂടെ ഉള്ള ബൈബിൾ എന്നൊക്കെ നിങ്ങൾ പറയത്തില്ലേ, അങ്ങനെ ഒരു ബൈബിൾ കൊണ്ടു തരണമെന്ന് എന്നോട് ആവശ്യപ്പെടുവാനിടയായിട്ട്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഞാൻ ഒരു ബൈബിൾ കൊണ്ടുകൊടുക്കുവാനിടയായിട്ട്. ഹല്ലേലൂയ. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ കാലയളവ് വളരെ ചുരുക്കമാണ്. കിട്ടുന്ന ഓരോ സെക്കൻഡിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും വിശ്വസ്തയോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുക. പഠിക്കുന്ന സാഹചര്യമായിരിക്കും, പ്രതികൂലത്തിന്റെ കാലയളവായിരിക്കും, പക്ഷെ സാഹചര്യമല്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവ സ്നേഹമാണ് നമ്മളെ, ഹല്ലേലൂയ, കർത്താവിൽ കൂടുതൽ തികഞ്ഞവരായി തീരുവാനിടയാക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളതെന്ന് ഞാൻ അറിയുന്നു, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു, ലാവണ്യം എന്റെ അധരങ്ങളിന്മേൽ ഉണ്ട്. പ്രിയ ദൈവവൈതലേ, ഈ ദൈവകൃപയിൽ നിറയപ്പെടുമ്പോൾ, ആത്മശക്തിയിൽ നിറയപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ പോലും അറിയാതെ ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ ഒഴുകുവാൻ തുടങ്ങും. സ്തോത്രം. നമ്മുടെ നാവ് സമർത്ഥനായ ആ ലേഖകന്റെ അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ആമേൻ അനുഭവം ഉണ്ടാകും. എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാന് ഹല്ലേലൂയ ഒരു വർഷം ആമേൻ എന്റെ നാട്ടിലെല്ലാം ഇറങ്ങി, എല്ലാ ഭവനങ്ങളിലും കയറി ഇറങ്ങി പ്രാർത്ഥിപ്പാൻ ഇടയായത് നിമിത്തം ഇന്ന് പലരും എന്നെ കാണുമ്പോ പറയും, ഈ റാണി ഉണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ, ഞാൻ ഇന്ന് ദൈവവേല ചെയ്യുന്നു. സ്തോത്രം. ആമേൻ. എന്റെ പ്രായം നോക്കണം, എന്നേക്കാൾ മുതിർന്നവർ ഇന്ന് എന്നെ കാണുമ്പോൾ പറയുന്ന കാര്യമാ. സ്തോത്രം, ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾ ഉണ്ടല്ലോ, ചിലയിടത്തു നിന്നൊക്കെ നമ്മളെ ആമേൻ വേദനയോടെ കടന്നു വന്ന് നമ്മുടെ ഭവനത്തിൽ ഇരിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ, ജീവന ഹസികനക തീർക്കമന. ഞാനൊരു പ്രവചന ശുശ്രൂഷ കൂടെ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നത് കൊണ്ട് എന്നെ കേൾക്കുന്ന ചിലർക്ക് വേണ്ടി ഞാൻ ഈ ദൂതൂടെ പറയട്ടെ. ചില ജോലി സംബന്ധമായി വഴികൾ അടയപ്പെടുമ്പോൾ, ജീകമന ഹസികനക തീർക്കമന, വിവാഹ സംബന്ധമായ ചില പരാജയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, ചില വഴികൾ നമ്മൾ പോലും അറിയാതെ അടയപ്പെടുമ്പോൾ ഭയപ്പെടരുത് കേട്ടോ. സ്തോത്രം. അതിന്റെ പിന്നിൽ ദൈവത്തിന് പ്രവൃത്തിയുണ്ട്. ഉദാഹരണം, ദാവീദ് രാജാവ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഫെലിസ്തീനായ ആഖീഷ് രാജാവിന്റെ അടുക്കലെത്തി. ആഖീഷ് രാജാവിനോടൊപ്പം അരമനയിൽ വസിക്കുമ്പോൾ ദാവീദ് പറയുന്നു, ഞാൻ എന്തിനാ ഇവിടെ താമസിക്കുന്നത്, എനിക്ക് കുറച്ചുകൂടെ മാറി, ഇച്ചിരി അപ്പുറത്തോട്ട് എവിടെയെങ്കിലും മാറി എനിക്ക് കുറച്ച് സ്ഥലം തന്നാൽ ഞാൻ അവിടെ പോയി പാർത്തുകൊള്ളാം. അങ്ങനെ ആഖീഷ് രാജാവ് ദാവീദിന് സിക്ലാഗ് എന്ന് പറഞ്ഞ സ്ഥലം കൊടുക്കും. സ്തോത്രം. ഈ സിക്ലാഗിൽ താമസിക്കുന്ന സമയത്ത് ഫെലിസ്ത്യരായ ആഖീഷിന് മറ്റുള്ളവരുമായ ഒരു യുദ്ധം ഉണ്ടാകുന്നു. യുദ്ധത്തിന്റെ സമയത്ത് ദാവീദ് ആഖീഷുമായി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുക. എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പറയുന്നു, ഇവൻ നമ്മുടെ കൂടെ പോരരുത്. ദാവീദ് ആഖീഷിനോട് പറയുന്നു, യജമാനനായ രാജാവേ, സ്തോത്രം, എന്നെ നിനക്കറിയാവല്ലോ, പറഞ്ഞു കൊടുക്കുക. പക്ഷെ ആഖീഷ് പറയുന്നു, നീ എന്റെ മുൻപാകെ ദൈവദൂതനെ പോലെ ഇരിക്കുന്നു, പക്ഷെ നിന്നെ ആർക്കിഷ്ടമല്ല, ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്ക് ഇഷ്ടമല്ല. ചില വഴികൾ അടയപ്പെടുവാൻ നിന്റെ കഴിവുകേടല്ല കുഞ്ഞേ, സഹോദര സഹോദരി, കാരണം അജനഘടകമെന്ന ബലവ, അതിന്റെ പിന്നിൽ
നീ പോലും അറിയാത്ത ചില ദൈവപ്രവർത്തികളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്ന് ദാവീദ് സിക്ലാഗിൽ ചെല്ലുമ്പോൾ സിക്ലാഗ് തീ വെച്ച് വെന്ത് ചുട്ടുകിടക്കുകയാണ്. ദാവീദിന്റെ ഭാര്യമാരെ കൊച്ചുങ്ങളെ ഒക്കെ പിടിച്ചോണ്ട് പോയി. സ്തോത്രം. ദൈവമക്കളെ, നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉപകാരം ചെയ്തവർക്ക് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. സ്തോത്രം. ദാവീദ് ആഖീഷിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ ദൈവം അവിടെ ചില പ്രതിസന്ധി സൃഷ്ടിച്ച് വഴികൾ അടച്ചിട്ട് ദാവീദിനെ സിക്ലാഗിലേക്ക് കൊണ്ടുപോയിട്ട് തന്റെ ഭാര്യയെയും മക്കളെയും എല്ലാം ആമേൻ പിടിച്ച് മടക്കി കൊണ്ടുവരുവാൻ ഇടയാകുന്നു. പ്രതികൂല ഘട്ടത്തിനകത്ത് ദാവീദ് ഏറ്റവും കരഞ്ഞിട്ട് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം ആരെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ദൈവത്തിന്റെ നിസ്തുല്യത പ്രപഞ്ചത്തിനകത്തും ഹല്ലേലൂയ തന്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് മുൻപിൽ ആകാശം ചായ്ച്ചിറങ്ങി വരുന്ന ദൈവം കെരൂബിനെ വാഹനമാക്കി അന്ധകാരത്തെയും അന്ധതമസ്സിനെയും വാഹനമാക്കി പറന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം നമ്മൾ കാണണം. സ്തോത്രം. ഹൽക്കമനഘടകനക. പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നാച്ചുറൽ കലാമിറ്റീസ് നമ്മൾ കാണാൻ പോവുകയാണ്. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സകലത്തെയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ബോധം, ആശ്രയം, ഹല്ലേലൂയ ഞാൻ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിനെന്നുള്ള ദൃഢ ധൈര്യം, ഉറപ്പ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ ഇരുന്ന് സാക്ഷ്യം പറയല്ല. ആമേൻ. സ്തോത്രം. ഈ സാക്ഷ്യത്തോടൊപ്പം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സാക്ഷ്യത്തോടൊപ്പം തന്നെ എന്നെ നിലനിർത്തുന്ന ഈ ദൈവവചനത്തിന്റെ ഹല്ലേലൂയ ശ്രേഷ്ഠതയും ഉറപ്പും കൂടെ ഞാൻ ആമേൻ നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. ആമേൻ. ഞാൻ എന്റെ ചുറ്റുപാടുകളിലെല്ലാം ഇങ്ങനെ സുവിശേഷ വേലയൊക്കെ ചെയ്തു. പിറ്റേ വർഷം വീണ്ടും ഞാൻ ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിലേക്ക് കടന്നുപോയി. എന്റെ ദൈവവചനം പഠിക്കുവാൻ അത്യുന്നത ദൈവം എനിക്ക് കൃപ ചെയ്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയത് കൊണ്ടും ഒത്തിരി കൊണ്ടതുകൊണ്ടും ഈ വചനം അങ്ങ് വായിക്കാനുള്ള ഒത്തിരി അത്യാർത്തിയായിരുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കാൻ എനിക്ക് വളരെ വ്യഗ്രതയായി. സ്തോത്രം. ഞാൻ ആ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ സമയം എന്നെ കാണുന്നത് ആ ചാപ്പലിന്റെ സ്തോത്രം ഹല്ലേലൂയ ആ കയറ്റുപായ്ക്കകത്തായിരുന്നു. ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ എന്റെ അടുത്ത് വന്നിരുന്നാൽ സ്തോത്രം അവർക്ക് സൗഖ്യം പ്രാപിക്കുന്നത്, അവര് സമാധാനത്തോടെ എഴുന്നേറ്റ് പോകുന്നത് സ്ഥിരമായ ഒരു കാഴ്ചയായിരുന്നു. ഇതിനോട് ചേർന്ന് പറയട്ടെ, നമ്മളെ ഏറ്റവും ജ്ഞാനമുള്ളവരാക്കുന്നത് ഈ ദൈവത്തിന്റെ വചനം. 119 സങ്കീർത്തനം വായിക്കുന്നു. സ്തോത്രം. ഈ തിരുവചനം എന്നെ സകല വയോധികന്മാരെക്കാൾ ജ്ഞാനമുള്ളവരാക്കും. സ്തോത്രം. വിവേകമുള്ളവരാക്കുന്നു. അതെ, ഇത് ആർത്തിയോടെ ഭക്ഷിക്കുന്ന ദൈവവൈതലേ, ജീവനകൽ ഘടകമല്ല. ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഇളക്കപ്പെരുപ്പത്തിന്റെ ആത്മാവല്ല, ജ്ഞാനത്തിന്റെയും സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവാ. അപ്പോസ്തലനായ പൗലോസിന്റെ 4 പ്രാർത്ഥനയ്ക്കകത്തും സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എഫേസ്യ ലേഖനം 1:17 മുതലുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയ ലേഖനം 1:9-10 വാക്യങ്ങൾ, 1 കൊരിന്ത്യർ ലേഖനം 1:5 മുതലുള്ള വാക്യങ്ങൾ, ഹല്ലേലൂയ കൊലോസ്യ ലേഖനം 1:9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തതയോടെ അറിയാം അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചത് മൊത്തം പരിജ്ഞാനത്തിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി, വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഈ ദൈവവചനം വായിക്കും തോറും ഹല്ലേലൂയ നമ്മളിൽ ജ്ഞാനം, വിവേകം, പരിജ്ഞാനം, അത്യുന്നതയെക്കുറിച്ചുള്ള അറിവ് തന്നെ പരിജ്ഞാനം, യഹോവ ഭക്തി നമ്മളെ ദോഷത്തെ വിട്ടകലുവാൻ സഹായിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ എല്ലാവരും വളരെ അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി ഒരുപാട് കരുതി വെക്കുന്നതാ. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുവാൻ, കരുതി വെക്കുവാൻ ഹല്ലേലൂയ ഈ ലോകത്തിലും മറ്റൊന്നുമില്ല. അവർക്ക് ഹല്ലേലൂയ പരിജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കേണ്ടതിന് ദൈവവചനത്തിനകത്ത് ആമേൻ സ്തോത്രം
ആമേൻ തികഞ്ഞവരായി തീരേണ്ടതിനും ആമേൻ ഒരു ഹല്ലേലൂയ ആത്മനിറവും സെൽഫ് കൺട്രോൾ ഉള്ള സംയമനമുള്ള സ്തോത്രം ജീവിതം നയിക്കുവാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും മഹത്തരമായ കാര്യം. ആമേൻ സ്തോത്രം. എനിക്കറിയാം ഇത് ഞാൻ അവസാനം പറയേണ്ട കാര്യം ആദ്യം പറഞ്ഞു വരികയാണ്. ഹല്ലേലൂയ. പക്ഷേ സ്തോത്രം ഇതൊന്നും വെറുതെ ആകത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നല്ല ഉറപ്പും തരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കാര്യം ഇന്നലെ ഒക്കെ ഇരുന്ന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എപ്പോഴും ഞാൻ വചനം ശുശ്രൂഷിക്കാൻ കടന്നു പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവവചനം ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഹൃദയങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കണം. അവരുടെ ഹൃദയം കത്തി കർത്താവിനോട് ചേർന്ന് നടക്കുവാനുള്ള വ്യഗ്രത, കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്തിരിക്കുവാനുള്ള ആമേൻ ഒരു മനസ്സ് അവർക്ക് കൊടുക്കണം. സ്തോത്രം. എന്നാൽ ഇപ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവെ, ഈ ദൈവവചനം എന്റെ സാക്ഷ്യവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചത് വെറും ആമേൻ സ്തോത്രം കണ്ണുനീരിന്റെ അകമ്പടിയോടെ പറഞ്ഞു പോകാനല്ല, ഇത് അനേകരെ ക്രിസ്തുവിലേക്ക് അടി ഉറച്ചു നിൽക്കുവാന് ആമേൻ സ്തോത്രം ആഴത്തിൽ കുഴിച്ച് ആമേൻ സ്തോത്രം വേരിറങ്ങുന്നത് പോലെ ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നത് പോലെ പണിയുവാൻ ഒരു വ്യഗ്രത ഓരോ ജീവിതങ്ങൾക്കും ഉണ്ടാകണം. ഹല്ലേലൂയ. വെറുതെ കേട്ടു പോകാനല്ല, ക്രിസ്തുവിന്റെ നാളിൽ ഹല്ലേലൂയ ആമേൻ ഈ സാക്ഷ്യം ഞാൻ പറയുന്നത് മുഖാന്തരം അനേകര് ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിനാഗ്രഹിച്ചാണ് ഇന്ന് ഈ സാക്ഷ്യം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ആ ദൈവവചനം പഠിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഒരുപാട് പ്രതിസന്ധികൾ എനിക്കുണ്ടെങ്കിലും എല്ലാം എൻ്റെ അപ്പനേക്കാൾ എൻ്റെ അമ്മയേക്കാൾ എനിക്കൊരു നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് എൻ്റെ യേശു കർത്താവായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും യേശുപ്പച്ച അവർ എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. കാരണം എനിക്ക് വലിയ പക്വതയുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. സ്തോത്രം. ഞാൻ വീട്ടിൽ ഇളയതായതുകൊണ്ടും ഞങ്ങളുടെ ആ സ്ഥലത്തിന്റെ പ്രത്യേകത എല്ലാവരുമായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്നത് കൊണ്ടും ആമേൻ സ്തോത്രം ഹല്ലേലൂയ എല്ലാവരുമായിട്ട് ഒരുപോലെ ഹല്ലേലൂയ വളർന്ന ഒരു ചുറ്റുപാടായതുകൊണ്ട് സ്തോത്രം സെമിനാരിയിൽ ചെന്നപ്പോഴൊക്കെ എനിക്ക് കുറേയേറെ വെല്ലുവിളികളുണ്ട്. പക്ഷെ ആ വെല്ലുവിളിക്കകത്തെല്ലാം ഈ ദൈവവചനം എന്നിൽ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ, എനിക്ക് കൂടുതൽ കൂടുതൽ ക്രിസ്തുവിലാകുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തു. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ചില ആമേൻ പുലരി കയ്യെഴുത്ത് മാഗസിൻ പോലെ ചില മാഗസിനുകളിൽ എഴുതുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പാട്ട് പാടുമായിരുന്നു. ആമേൻ സ്തോത്രം. ആമേൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഹല്ലേലൂയ പ്രസംഗിക്കുമായിരുന്നു. ആമേൻ ആർട്ടിക്കിൾ എഴുതുമായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നെങ്കിലും സ്തോത്രം. ആമേൻ ഞാൻ സെമിനാരിയിലെ ഗുഡ് പ്രീച്ചർ എമംഗ് ദ ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു അവാർഡൊക്കെ ദൈവം എനിക്ക് തന്നാണ് അവിടെ നിന്നിറക്കുവാൻ ഇടയായത്. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൂടെ ഞാൻ പറയട്ടെ. സ്തോത്രം. നമ്മൾ അല്പത്തിൽ വിശ്വസ്തരായിരിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ അധികത്തിന് വിചാരകരാക്കും. സ്തോത്രം. ഉറക്കത്തിൽ എഴുന്നേറ്റ് എന്നെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് ഏത് കവലയിൽ കൊണ്ട് നിർത്തി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞാലും ഞാൻ തയ്യാറ്. ഹല്ലേലൂയ. ആമേൻ. അവിടെയും അതുപോലെയാണ്. ഞാനൊക്കെ ഫീസ് അടയ്ക്കാനില്ല, ഞാൻ പാത്രം കഴുകി കൊടുത്താണ് ദൈവവചനം പഠിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ വൈകിട്ടൊക്കെ ഒരുപാട് പാത്രമൊക്കെ കഴുകി, വീട്ടിൽ ഇതൊന്നും ചെയ്ത് ശീലമില്ല. അവിടുത്തെ ഉപ്പുമാവ് വലിയ ചരുവത്തിനകത്ത് ഈ ഉപ്പുമാവൊക്കെ ഇങ്ങനെ ഇളക്കുന്ന വേദനയൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. കാരണം ചെയ്ത് ശീലമില്ല. ആ പാത്രം കഴുകുന്നതൊക്കെ പകുതി അഴുക്കും നമ്മുടെ ശരീരത്ത് കാണും. സ്തോത്രം. ഇങ്ങനെ ഈ വെള്ളത്തിലൊക്കെ കുതിർന്ന് നിൽക്കുമ്പോഴായിരിക്കും അന്നത്തെ ചാപ്പൽ പ്രിഫക്റ്റായ സഹോദരി ഓടി വന്ന് പറയും, റാണി, ഇന്ന് ചാപ്പലിൽ ദൈവവചനം പറയാനുള്ള സഹോദരിക്ക് ഇന്ന് പറ്റുന്നില്ല, റാണി വന്ന് പറയണം. ഇത് കേൾക്കാത്ത താമസം ഞാൻ വേഗം ആ പാത്രം എല്ലാം വെപ്രാളം പിടിച്ച് കഴുകി കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ അങ്ങ് കഴുകും. സ്തോത്രം. എന്നിട്ട് ഓടി ചാപ്പലിനകത്തോട്ട് വരുമ്പോൾ അവിടുത്തെ പാട്ടും കഴിയും, പ്രാർത്ഥനയും കഴിയും. സ്തോത്രം. ഓടിച്ചെന്ന് ബൈബിള് പിന്നെ എപ്പോഴും ആ ചാപ്പലിനകത്ത് തന്നെ കാണും. ഇങ്ങനെ എടുക്കും. ഇങ്ങനെ ആദ്യം ലഭിക്കുന്ന ഏത് വാക്യമാണോ എന്റെ കണ്ണിൽ കാണുന്നത് അതാണ് അന്നത്തെ പ്രസംഗ വിഷയം. സ്തോത്രം. അതിനകത്തൊരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. ഇത് വെറുതെ കിട്ടത്തില്ല കേട്ടോ. സ്തോത്രം.
ഹല്ലേലൂയ. എല്ലാവരും ഉറങ്ങുമ്പോഴും ഞാൻ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. എല്ലാവരും ഹല്ലേലൂയ ആമേൻ മറ്റു കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുമ്പോഴോ കിട്ടുന്ന സമയം ഞാൻ ഓടി വന്ന് ചാപ്പലിൽ ഇരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതിന് മുൻപേ ഓടി വന്ന് ഞാൻ പ്രാർത്ഥിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആമേൻ ക്ലാസിന്റെ ബെല്ല് വരുന്നതിന് മുൻപ് വരെയുള്ള സമയം ഞാൻ വന്നിരുന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവവചനം വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവ പൈതലിന് മാത്രമേ ഏതൊരു ഉറക്കത്തിലും ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ഈ ദൈവത്തിന്റെ വചനം ഹൃദ്യമായി സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഒരു ദൈവത്തിന്റെ മനുഷ്യൻ അല്ല ഭക്തമതി എപ്പോഴും വചനത്തിൽ നിറവുള്ളവരായിരിക്കണം. അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിനകത്ത് എപ്പോഴും ദൈവവചനത്തിന്റെ ബഹുനിശ്ചയം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്നത് വചനത്തിന്റെ നിശ്ചയത്തോടുകൂടെയും. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെയൊക്കെ 2-3 ആഴ്ചവട്ടം മാത്രം ഈ സിനഗോഗുകളിലെ അല്ലെങ്കിൽ പള്ളികളിൽ ചെന്ന് സ്തോത്രം വചനം പ്രസംഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നു, ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ നടുവിൽ ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവോടും ശക്തിയോടും കൂടെയാണ് ഹല്ലേലൂയ നിങ്ങളുടെ നടുവിൽ വചനം ശുശ്രൂഷിച്ചത്. അങ്ങനെ വചനം ശുശ്രൂഷിക്കുമ്പോൾ, അങ്ങനെ ഹല്ലേലൂയ സാക്ഷ്യങ്ങളെ അനുഭവത്തിൽ നിന്ന് പ്രസ്താവിക്കുമ്പോൾ മാത്രമേ ഹല്ലേലൂയ ആമേൻ ആമേൻ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 4 ഹല്ലേലൂയ 7 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ ആ വാക്യം കൂടെ ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. സ്തോത്രം. 4:7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമെത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ ഉള്ളത് കൊണ്ടാ പ്രാർത്ഥിക്കുവാൻ മനസ്സ് വരുന്നത്. ആമേൻ. സ്തോത്രം. വചനം വായിക്കുവാൻ മനസ്സ് വരുന്നത് ഈ മൺപാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ നിയന്ത്രണത്തിൽ നിൽക്കുന്നത് കൊണ്ടാ. അല്ലെങ്കിൽ നമ്മൾക്കത് ചെയ്യുവാൻ കഴിയത്തില്ല. എന്നിട്ട് 8-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ മർത്യു ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ആമേൻ. എന്റെ സെമിനാരിയുടെ അനുഭവത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ ഇതുപോലെ ഇരുന്ന് എന്റെ ജഡത്തെ മരിപ്പിച്ചത് കൊണ്ടാ, വചനപ്രകാരം ഹല്ലേലൂയ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ അവിടെ ഹല്ലേലൂയ ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. എനിക്ക് ഫീസ് കൊടുക്കാൻ പൈസ ഉണ്ടായിട്ടല്ല എന്റെ ഫീസ് അടച്ചത്. സ്തോത്രം. കുറച്ച് പാത്രം കഴുകി കൊടുത്തും കുറച്ച് ശുശ്രൂഷ ചെയ്തും ഹല്ലേലൂയ കുറച്ച് എന്റെ ബ്രദർ ദുബൈയിൽ നിന്ന് വരുമ്പോ തന്ന പോക്കറ്റ് മണിയൊക്കെ കൊണ്ടാ ഫസ്റ്റ് ഇയറിലെ ഫീസ് ഞാൻ അടച്ചത്. സെക്കൻഡ് ഇയറിലെ ഫീസ് അടയ്ക്കാനൊന്നും എന്റെ ഈ പൈസ ഇല്ല. ഈ സമയത്താണ് കർത്താവ് എന്നെ അവിടുത്തെ ചാപ്പൽ പ്രിഫെക്റ്റ് ആക്കി. ഒരു പൈസ പോലും അടയ്ക്കാതെ ദൈവത്തിന്റെ വചനം എനിക്ക് അവിടെ പഠിക്കുവാൻ കൃപ ചെയ്തു. സ്തോത്രം. പക്ഷേ ഗ്രാജുവേഷൻ ഡേ വന്നു. സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ക്യാഷ് അടയ്ക്കണം. സ്തോത്രം. എന്റെ കയ്യിൽ പൈസ ഇല്ല. അന്ന് എന്റെ അമ്മയും ഒക്കെ വരുന്നെന്ന് പറഞ്ഞു. അന്ന് 2001 ഫെബ്രുവരി 10-ാം തീയതി ആയിരുന്നു എന്റെ ഗ്രാജുവേഷൻ. അന്ന് ഇവിടെ കുറച്ച് അടിയും ബഹളവും ഒക്കെ കാരണം പ്രശ്നങ്ങളായിരുന്നു. അമ്മയൊക്കെ വരുത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു. യേശുപ്പച്ച, ഈ ഗ്രാജുവേഷന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പെരുങ്ങാലത്ത് നിന്ന് തിരുവല്ല വരെ വരണം. സ്തോത്രം. ഞാനിങ്ങനെ വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുക. ആമേൻ. സ്തോത്രം. ഈ സമയത്താണ് ഹല്ലേലൂയ ഗ്രാജുവേഷൻ ഡേയുടെ അന്ന് ഗ്രാജുവേഷൻ സെറമണിയുടെ നടുവില് ആദ്യം ഒരു സഹോദരനെ വിളിച്ചു, ഗുഡ് ഇവാഞ്ചലിസ്റ്റ് എമംഗ് ദ ഗ്രാജുവേറ്റ്സ്. അടുത്ത ഒരു കോൾ, ഗുഡ് പ്രീച്ചർ എമംഗ് ദ ഗ്രാജുവേറ്റ്സ്. എന്റെ പേര് വിളിച്ചപ്പോൾ സത്യത്തിൽ ഹല്ലേലൂയ ഞാൻ ഇപ്പോഴും എനിക്ക് ദൈവപ്രവൃത്തിയെ വിവരിക്കാൻ വാക്കുകളില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഞാൻ അവിടെ ഏറ്റവും കുറഞ്ഞവളാണ്. സ്തോത്രം. പക്ഷെ അവിടെ തീസിസ് എഴുതുന്ന പ്രിയപ്പെട്ടവരൊക്കെ വന്ന് എന്നോട് ചോദിച്ചും ഇന്റർവ്യൂ ചെയ്തും ഒക്കെയാണ് അവിടെ തീസിസ് എഴുതുന്നത്.
സ്തോത്രം. എന്തിനാ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഗമ പറയാനല്ല, ഇത് വായിക്കുമ്പോൾ ലഭിക്കുന്ന പരിജ്ഞാനം. ആമേൻ, സ്തോത്രം. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക ദൈവവചനം വായിക്കാൻ. കൂടുതൽ ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന എല്ലാവരും വചനം വായിക്കുക. കാര്യം ആമേൻ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കോ വക പ്രാപിച്ച് തികഞ്ഞവനായി തീരണതിന്, ഉപദേശത്തിന്, ശാസനത്തിനും, ഗുണീകരണത്തിനും, നീതിയിലെ അഭ്യസനത്തിനും ഈ ദൈവവചനം പ്രയോജനപ്രദമ. ആരെയാ? ദൈവത്തിന്റെ മനുഷ്യർക്ക്. സ്തോത്രം. അതുകൊണ്ട് ഈ കാലയളവിൽ വചനം അധികമായിട്ട് ആമേ അതിന്റെ തെളിമയോടെ ഒഴുകേണ്ടതുണ്ട്. അതിന്റെ തെളിമയോടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടം ഒന്നുമല്ല, സ്വർഗീയ പിതാവിന്റെ ഹിതം എന്നിൽ കൂടെ നിങ്ങളിൽ കൂടെ ആമേൻ അതിന്റെ പരിപൂർണതയിൽ എത്തേണ്ട സമയമാ. കാരണം ഈ കാലയളവ് എന്റെയും നിങ്ങളുടെയും കാലയളവാ. ഈ തലമുറ എന്റെയും നിങ്ങളുടെയും തലമുറയാ. ക്രിസ്തു യേശു എന്നിലും നിങ്ങളിലും വസിച്ചിട്ടാണ് ദൈവരാജ്യത്തിന്റെ മഹത്വമോ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളോ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. എനിക്ക് എത്ര രൂപ ആ ഗ്രാജുവേഷൻ ഫീസ് അടയ്ക്കണമോ അത്രയും പൈസ അതിനകത്തുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അവിടം തൊട്ട് ഭയങ്കര വെല്ലുവിളികൾ. കാരണം സ്തോത്രം, എന്റെ മൂത്തത് സഹോദരൻ ദുബൈയിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ നടന്നാൽ സഹോദരന്റെ വിവാഹമൊക്കെ നടക്കാൻ പാടാ. സ്തോത്രം. ഇങ്ങനെ പെൺപിള്ളാരൊന്നും വേറെ എങ്ങും പോകാൻ പാടില്ല. ഹല്ലേലൂയ. അങ്ങനെ ധൃതി പിടിച്ച് വിവാഹാലോചനകൾ തുടങ്ങി. സ്തോത്രം. വിവാഹാലോചനകൾ തുടങ്ങി. എന്നോട് ദൈവം പറഞ്ഞു, നീ കർത്താവിനെ അറിയാത്ത ജനത്തിന്റെ നടുവിൽ സുവിശേഷവുമായിട്ട് പോകണം. ആമേ. വരുന്ന ആലോചന മൊത്തം മർത്തോമ, യാക്കോബ, ഗൾഫുകാര്, പട്ടാളക്കാർ. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിക്കുക. ഞാൻ കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? കാരണം എന്റെ പപ്പ സുഖമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് പപ്പയ്ക്ക് ഭയങ്കര വെപ്രാളവാ. ആമേ, സ്തോത്രം. എന്റെ വിവാഹം നടത്തണം. ഹല്ലേലൂയ. എന്നെ ആമേ സേഫ് ആക്കണമെന്നുള്ളത്. സ്തോത്രം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവേ വിവാഹം എന്നുള്ളത് ദൈവഹിതമാണോ? സ്തോത്രം. ആമേൻ. എന്നോടൊന്ന് സംസാരിക്കണം. കാര്യം എനിക്ക് ദൈവവേല ചെയ്യാനാണ് ആഗ്രഹം. ഞാനിങ്ങനെ ബീഹാറിലൊക്കെ സെമിനാരിയിൽ നിന്ന് സഹോദരിമാരൊക്കെ പോയപ്പോ എനിക്കും പോകാൻ വലിയ ആഗ്രഹം. എന്റെ അധ്യാപകർ അമ്മയോട് പറഞ്ഞ് അവള് നല്ലവണ്ണം പഠിക്കുന്ന കൊച്ച, ഇവിടെ നിന്ന് പഠിക്കട്ടെ. സ്തോത്രം. വീട്ടുകാരെ സമ്മതിച്ചില്ല, പിടിച്ചോണ്ട് വന്നു. ആ ഫെബ്രുവരി 10 ഗ്രാജുവേഷൻ, ഏപ്രിൽ 19 2001 ഏപ്രിൽ 19 എന്റെ വിവാഹം. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം. ഹല്ലേലൂയ. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത ഉറവ് പോലെ ആയിരിക്കും. ഞാൻ ഇന്നലെ കർത്താവിനോട് ചോദിക്കുന്നത്, എനിക്ക് വിവാഹം എന്നുള്ളത് ദൈവഹിതമാണോ? അതൊന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിങ്ങനെ വീട്ടില് അല്ലാതെ ഭാരപ്പെട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആകെയുള്ള ഒരാശ്രയം ഈ ദൈവവചനമാണല്ലോ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇനി എനിക്ക് വയ്യ. ഈ പപ്പയുടെ വായിരിക്കുന്ന വഴക്ക് കേൾക്കാൻ എനിക്ക് വയ്യ. ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഫാനിന്റെ കാറ്റുകൊണ്ട് ആമേൻ ബൈബിള് തുറന്നിട്ടാണ് ഈ വചനം എനിക്ക് ദൈവം തരുന്നത്. സ്തോത്രം. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കേടു തീർക്കുന്നവനെന്നും കുടിയിരിക്കുവാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. അടുത്ത വാക്യം, നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബത്തിന് ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കിയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഈ വാക്യം എനിക്ക് കിട്ടി. ഈ സമയത്ത് ആമേൻ KP യോഹന്നാന്റെ സെമിനാരിയിലെ തന്നെ ഒരു അധ്യാപകന്റെ പ്രപ്പോസൽ വീട്ടിലുണ്ട്. എന്റെ ആന്റിയുടെ ബന്ധു മുഖാന്തരമാണ്. സ്തോത്രം. എന്റെ മനസ്സും അതുമായിട്ട് അങ്ങോട്ട് യോജിക്കുന്നില്ല. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ഒത്തിരി മാനസിക സംഘർഷത്തിൽ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ആലോചന ഞാൻ കേൾക്കുന്നത്, ദൈവം എന്നോട് സംസാരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ അന്ന് ഷാരോണിലാണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയില് ഒരു VBSന്റെ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ട്രെയിനിങ്ങിന് പോകാനായിട്ട് ഞാൻ പോയത്. പകുതി വഴിക്ക് ചെന്നപ്പോ എനിക്ക് ആകെപ്പാടെ നിരാശ വന്നിട്ട് ഞാൻ പോയി. സ്തോത്രം. ഞാൻ നേരെ തിരിച്ച് എന്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടില്
അങ്ങ് പോയി അവിടെ ചെന്ന് ഇരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്താണ് അവിടുത്തെ ഷാരോൺ ചർച്ചിലെ പാസ്റ്റർ ഇങ്ങനെ എൻ്റെ അമ്മയുടെ അനിയത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ദൈവദാസനുണ്ട്, ഗോവയിൽ കർത്തൃവേല ചെയ്യുകയാ, പക്ഷെ ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്, നമുക്ക് റാണിയുടെ വീട്ടിൽ പോയൊന്ന് കണ്ടാൽ. സ്തോത്രം. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി ആന്റി പറഞ്ഞു, അവൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ വന്നാൽ നിങ്ങൾക്ക് കാണാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ വിവാഹത്തെ കുറിച്ചുള്ള ഒരു ചിന്തയോ 20 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. എന്താ വിവാഹമെന്നോ അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പുകളോ ഒന്നുമില്ലാതിരിക്കുന്ന സമയം. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒറ്റ കാര്യമേ അറിയത്തുള്ളൂ, പ്രാർത്ഥിക്കാൻ അറിയാം, വചനം വായിക്കാൻ അറിയാം, വേറെ ഒരു കാര്യം അറിയത്തില്ല. എത്ര ദിവസം ഉപവസിക്കാൻ അറിയാം, ഭക്ഷണം പോലും വേണ്ട. സ്തോത്രം. ആമേൻ. മെലിഞ്ഞുണങ്ങി വരുന്ന ആലോചനകൾ ഒന്നും നടക്കാത്തത് എന്റെ ശരീരപ്രകൃതവും എന്റെ അവസ്ഥകളും ഒക്കെ കണ്ടു തന്നെയാ മുന്നോട്ടൊന്നും പോകാത്തത്. അതുപോലെ ഹല്ലേലൂയ അവസ്ഥയിലാണ് എന്റെ പോക്ക്. സ്തോത്രം. ഒറ്റയോട് ഇടം മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്വാസം കിട്ടുന്നത്, അത് യേശുപ്പച്ചന്റെ പാദപീഠത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആമേൻ എന്റെ ഹല്ലേലൂയ ആമേൻ ദേവദാസൻ വന്ന് എന്നെ ആമേൻ കാണാൻ വരുന്നത്. അദ്ദേഹം അന്ന് മണക്കാല തിയോളജിക്കൽ സെമിനാരിയിൽ BTH കഴിഞ്ഞിട്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ അദ്ദേഹവും മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. മർത്തോമയിൽ അച്ഛനാകാനായിട്ട് ആഗ്രഹിച്ചു. വചനം പഠിച്ചു തുടങ്ങിയപ്പോൾ സത്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹം ബൈബിൾ കോളേജിൽ വന്ന് വചനമൊക്കെ പഠിച്ചിട്ട് മണക്കാലയിൽ നിന്ന് തന്നെ BTH കഴിഞ്ഞ് ഷാരോന്റെ തന്നെ പൈനിയർ വർക്കറായിട്ട് ഗോവയിലേക്ക് അയച്ചു. ഗോവയിൽ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ താമസിക്കുന്ന സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, താമസ സൗകര്യത്തിനകത്ത് ഇച്ചിരി പ്രശ്നം വന്നിട്ട് വേഗത്തിൽ നാട്ടിൽ വന്നേ. വളരെ പ്രായം കുറഞ്ഞ സമയം, അദ്ദേഹത്തിന് 22-23 വയസ്സിനകത്തേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണ് എന്നെ വന്ന് കാണുന്നത്. വന്ന് കണ്ടിട്ട് അദ്ദേഹം അവിടുത്തെ ശുശ്രൂഷകളെ കുറിച്ച് പറഞ്ഞു. ഗോവയിലെ വാസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ബിർള എന്ന് പറഞ്ഞ ചേരി പ്രദേശത്ത് രാവിലെ ആരാധനയുണ്ട്. ആ ആരാധന കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിട്ട് സ്തോത്രം ഇവിടെ വാസ്കോയിൽ ആരാധനയുണ്ട്. ഞായറാഴ്ച ദിവസം ഫുൾ തിരക്കായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ആത്മാർത്ഥതയോടെ ദൈവവേല ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസൻ. പെട്ടെന്ന് എനിക്ക് ഈ വചനം ഓർമ്മ വന്നു. കർത്താവിനെ അറിയാത്ത ജനത്തിന്റെ നടുവിൽ ശുശ്രൂഷ ചെയ്യണം. 2, വിശുദ്ധ ദിവസത്തിൽ നീ എന്ത് ചെയ്യണമെന്നാ എന്നോട് ആലോചന പറഞ്ഞു തന്നിരിക്കുന്നത്. അന്നേരം ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. സെമിനാരിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണോ, കർത്താവിനോട് പറഞ്ഞിരിക്കുന്ന ഈ ദൈവദാസനാണോ? അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല. സ്തോത്രം. വീട്ടില് അമ്മയൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല. സ്തോത്രം. അത്രയ്ക്ക് ഉള്ളു, പറയാനുള്ള അനുവാദമൊക്കെ അത്രേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ അങ്ങനെ വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ദ്വീപ്, ഈ ദ്വീപിനകത്തോട്ട് വരണമെങ്കിൽ വലിയ അഷ്ടമുടി കായലിന്റെ ആഴമാണ്. ആഴത്തിലൂടെ ഒന്നീ ബോട്ടിൽ കയറി വരണം, അല്ലെങ്കിൽ വള്ളത്തെ കയറി വരണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തിന് ഒരു ടാസ്ക് കൊടുത്തത്, അവിടെ ആകെ 2 സമയത്തെ ബോട്ട് സർവീസിന്റെ സമയം തെറ്റിച്ചു പറഞ്ഞു. സ്തോത്രം. അദ്ദേഹം വന്നു, എങ്ങനെ വരണമെന്ന് അറിയാതെ ആയിരുന്നു. സ്തോത്രം. ഒത്തിരി ബുദ്ധിമുട്ടി. ഹല്ലേലൂയ. വീട്ടിൽ വന്നു, കണ്ടിട്ട് പോകുവാനിടയായിട്ട്. സ്തോത്രം. ഇപ്പോഴൊന്നും എനിക്കറിയത്തില്ല ഇത് വിവാഹം നടക്കാനാണോ എന്താണോ, ഒന്നും അറിയത്തില്ല. എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സഹോദരൻ അന്ന് ദുബൈയിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കത്ത് എഴുതി. ഇങ്ങനെ BTH കഴിഞ്ഞ് ഗോവയിലാണ്. ഇദ്ദേഹം വിചാരിച്ച് എഞ്ചിനീയറിംഗ് അങ്ങാണ്ട് കഴിഞ്ഞ BTech കഴിഞ്ഞ വ്യക്തിയാണ്. സ്തോത്രം. അപ്പോ വീട്ടുകാരെടുത്ത് പറഞ്ഞു, ഒന്നും നോക്കണ്ട, ഹല്ലേലൂയ, വിവാഹം നടത്താൻ പറഞ്ഞു. അത്ര വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണല്ലോ, ശുശ്രൂഷയാണെങ്കിലും എന്നൊക്കെയുള്ള ചിന്തകളായിപ്പോയി. പക്ഷേ അച്ഛനെ കുറിച്ച് തിരക്കിയപ്പോഴും മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിലെ എല്ലാ അധ്യാപകരും സ്തോത്രം അന്ന് വേറൊരു വിശേഷത എന്ന് വെച്ചാൽ എന്റെ വീട്ടില് തേങ്ങയുടെ ബിസിനസ് ഉണ്ട്. പപ്പ ഇങ്ങനെ തേങ്ങയൊക്കെ വിൽക്കുന്നതുണ്ട്. കുറച്ച് വില കുറച്ച് തേങ്ങ എടുക്കാൻ ഈ മണക്കാലയിലെ സഹോദരന്മാര് വീട്ടിലാണ് വരുന്നത്. അവർ കുറെ യാത്ര ചെയ്ത വരുന്നത്. അവർക്ക് കിട്ടുന്ന പൈസ എങ്ങനെ കുറച്ച് ചെലവാക്കണമെന്നൊക്കെയുള്ള അവരുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വരികയൊക്കെ ചെയ്തതുകൊണ്ട് എല്ലാവരുമായിട്ടും സംസാരിച്ചപ്പോൾ നല്ല സാക്ഷ്യം പുലർത്തുന്ന ഒരു ദേവദാസൻ എന്ന് കേട്ടിട്ട് പല എതിർപ്പുകളെ മാറ്റിയിട്ട് എന്റെ അമ്മ പറഞ്ഞ്, കർത്താവിന്റെ വേല ചെയ്യുന്ന പൈതലല്ലേ, അവര് ദൈവവേല ചെയ്ത് ജീവിച്ചോളും. സ്തോത്രം. അങ്ങനെ
വേഗത്തിൽ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞു. സ്തോത്രം. ആ വീട്ടിൽ ചെന്ന് ഞാൻ ആ വീട് കണ്ടപ്പോൾ, എന്റെ സാക്ഷ്യം ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ഒരു സമയം കൂടെയാണ്. എന്റെ നെഞ്ച് വല്ലാതെ പതറിപ്പോയ ഒരു അനുഭവമാണ്. സ്തോത്രം. അവിടുത്തെ സാഹചര്യം അതാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. പക്ഷെ കർത്താവ് എന്നെ അവിടെ നിർത്തി. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം. കാര്യം വിവാഹം കഴിഞ്ഞ 7ാമത്തെ ദിവസം ഞങ്ങൾ ഗോവയിലേക്ക് പോയി. സ്തോത്രം. കർത്താവിന്റെ വേല വളരെ വിശ്വസ്തയോടെ ഞങ്ങൾക്ക് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അതിനുശേഷം ഹല്ലേലൂയ, ആമേൻ, അച്ഛന് ബിഡിക്ക് പഠിക്കാൻ ഒരു ആഗ്രഹം വന്നു. ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ തന്നെ മണക്കാലത്ത് തന്നെ അദ്ദേഹം വന്നു ബിഡിക്ക് പഠിച്ചു. അപ്പം തന്നെ ഹല്ലേലൂയ, ദൈവം ഞങ്ങൾക്കൊരു മോളെ തന്നു. സ്തോത്രം. കാര്യം ഞാൻ സെമിനാരിയിൽ പഠിച്ചിട്ട് എനിക്കും ആഗ്രഹമാ ദൈവവചനം പഠിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വേല ചെയ്യണം. സ്തോത്രം. ആമേൻ. എന്നാൽ ഹല്ലേലൂയ, സാഹചര്യങ്ങളെല്ലാം നമ്മിൽ നിന്ന് വ്യത്യസ്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ അവിടുന്ന് ബിഡി കഴിഞ്ഞു. ആമേൻ. ഈ സമയത്താണ് ഞങ്ങൾ ആൻഡമാൻസിന് പോകുന്നത്. അത് പരിശുദ്ധാത്മ നിയോഗപ്രകാരം അദ്ദേഹം കടന്നു ചെന്നിട്ട് ആമേൻ. സ്തോത്രം. എന്റെ മോൾക്ക് അപ്പോഴത്തേക്ക് 2 വയസ്സായി. ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ ഞാൻ ചെന്നതിന്റെ 2ാമത്തെ ദിവസമാ അവിടെ സുനാമി. 2004 ഡിസംബർ 26-ാം തീയതി. ഹല്ലേലൂയ. ഭൂമി കിടുകിട കീറുന്നത്, മത്തനെ പോലെ ചാഞ്ചാടുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ഇടയായി തീർന്നു. ആമേൻ. അന്നത്തെ ഒരു രാത്രിയുടെ അനുഭവം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. അന്ന് ആമേൻ. സ്തോത്രം. ഡിസംബർ മാസം 26-ാം തീയതി അതിരാവിലെ ഞങ്ങൾ ആ 3-ാം നിലയുടെ മേളിൽ ഇരിക്കുകയാണ്. സ്തോത്രം. അപ്പം ഞാൻ കുഞ്ഞെന്റെ കയ്യിലുണ്ട്. വല്ലാതെ ഭൂമി കിടന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇങ്ങനെ ആമേൻ. സ്തോത്രം. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തുവാ? സ്തോത്രം, ഇതെന്തുവാ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഭൂമി കുലുങ്ങുക. ഇതിവിടെ ഇടയ്ക്കൊക്കെ സംഭവിക്കാറുള്ളതാ. സ്തോത്രം. എന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഭൂമി കുലുങ്ങിയാലും എന്തെല്ലാം സംഭവിച്ചാലും യേശുപ്പച്ചൻ അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കത്തില്ല. ഭയങ്കര ദൈവ വിശ്വാസത്തിന്റെ കുറേയേറെ ഉറപ്പുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ആ കാലയളവിൽ അറിയപ്പെടുന്നത് 21-ാം നൂറ്റാണ്ടിലെ ഏലിയാവെന്നാണ്. അതിശക്തനായ ഒരു പ്രവാചകനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, വളരെ ആമേൻ ദൈവകൃപയുള്ള ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. അപ്പോൾ താഴെ 70 കുട്ടികളുള്ള ഒരു ചിൽഡ്രൻസ് ഹോം ഉണ്ട്. എല്ലാവരും ഇങ്ങനെ വിളിച്ചു പോവാ, റാണിയാന്റി താഴെ ഇറങ്ങി വാ, കുഞ്ഞിനെ കൊണ്ട് താഴെ ഇറങ്ങി വാ. സ്തോത്രം. അച്ഛനും ഞങ്ങൾ 3 പേരോട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ കഡറുള്ള റോഡിൽ കൂടെ പ്രൈവറ്റ് ബസ്സിനകത്തോ ട്രാൻസ്പോർട്ട് ബസ്സിനകത്തോ നമ്മൾ കൈ പിടിക്കാതെ നിന്നാൽ എങ്ങനെയായിരിക്കും? അപ്പുറത്തോട്ട് പോയി ഇപ്പുറത്തോട്ട് പോയി ഭയങ്കര ആമേൻ. സ്തോത്രം. വിഷമാവസ്ഥയിലാണ് ഞങ്ങൾ ആ 3-ാം നിലയിൽ നിന്നൊന്ന് താഴെ ഇറങ്ങിയത്. അതിനുശേഷം പിന്നെ ഭയങ്കര ഭീകരമായ അവസ്ഥയായിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഭൂമി കുലുക്കും പ്രശ്നങ്ങളും. അന്ന് അർദ്ധരാത്രി ആയപ്പോഴ് അമ്മേ, സ്തോത്രം, മനുഷ്യന്റെ മൃഗങ്ങളുടെ ഒക്കെ ഓരിയിടലുകൾ, വളരെ ഭീതിജനകമായ അവസ്ഥയില് പരിശുദ്ധാത്മാവെ ഭയപ്പെട്ട് ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് അമ്മ താഴെ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ കിടക്കിയ രാത്രി. സ്തോത്രം. അമേൻ. അല്ലാതെ ഭൂമി കുലുങ്ങുന്നുണ്ട്. അമേൻ. അപ്പോൾ ദൈവത്തിന്റെ ഒരു വചനം എന്നോട് ഇടപെട്ടു. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. സ്തോത്രം. അവൻ തള്ളയാടുകളെ പെതുക്കെ നടത്തി കുഞ്ഞാടുകളെ ഭുജത്തിൽ വഹിക്കുന്നു. സ്തോത്രം. ഈ ഒരു ശബ്ദം ദൈവം എന്നെ കേൾപ്പിപ്പാനിടയായി തീർന്നു. എവിടെയാ, എങ്ങനെയാ, അന്നേരം ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇത് ഞങ്ങൾക്ക് അനർത്ഥമുണ്ടാകാനല്ല, ഇത് യഹോവയായ കർത്താവിന്റെ വല്ലഭത്വത്തെ വെളിപ്പെടുകയാണ്. സ്തോത്രം. ഞങ്ങൾ അവിടെ ഒരുപാട് പ്രതിസന്ധി അനുഭവിച്ചു. കാരണം അവിടെ വെള്ളമില്ലായിരുന്നു, ഇലക്ട്രിസിറ്റി എല്ലാം നഷ്ടമായി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് റേഡിയോയിലൂടെ അനൗൺസ്മെന്റ് വന്നു തുടങ്ങി. ഹല്ലേലൂയ, നിങ്ങള് ഉയർന്ന മലകളിലേക്ക് പോകണം. ഞങ്ങൾ ഈ പോർട്ട് ബ്ലെയറിലായിരുന്നു. അമേൻ. ബജാറൊക്കെ വെള്ളത്തിൽ മുങ്ങുന്നു, നിങ്ങളെ അങ്ങനെ പോകാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ഓടുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ബലവാന്മാരുടെ ബലമൊക്കെ അത്രേ ഉള്ളെന്ന് ആദ്യമായിട്ട് കണ്ട ഒരു അനുഭവമാണ്. സ്തോത്രം. അതിനോട് ചേർന്നൊരു അനുഭവം പറഞ്ഞാൽ, ഞങ്ങളെ ആ ദേവദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് ലിറ്റിൽ ആൻഡമാൻസ് ഹഡ്ബെ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ആലയമുണ്ട്, അവിടെ പോകണമെന്നാണ് അച്ഛനോട് പറഞ്ഞു. പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ദേവദാസൻ പറഞ്ഞു, ദേവദാസൻ ഇങ്ങനെ മിഡിൽ ആൻഡമാനിൽ മായാബന്ദർ, രംഗം, നിംബുഡറ എന്ന് പറഞ്ഞ സ്ഥലങ്ങളില് പുതുതായിട്ട് വിശ്വാസത്തിൽ വന്ന ചിലരുണ്ട്.
ദേവദാസൻ പോയി അവരെ കുറച്ച് വചനമൊക്കെ പഠിപ്പിച്ചിട്ട് ലിറ്റിൽ ആൻഡമാൻസ് ഹഡ്ബേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയാൽ മതി. സ്തോത്രം. ആ ഒരു തീരുമാനമാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ നടുവില് ജീവനോടെ സാക്ഷ്യം പറവാൻ കാരണം. ഹല്ലേലൂയ. കാരണം ആ ദിവസം ലിറ്റിൽ ആൻഡമാൻസിലായിരുന്നെങ്കിൽ ഞങ്ങൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് നേരെ ലിറ്റിൽ ആൻഡമാൻസിലേക്ക് പോയേനെ, ഹഡ്ബേയിലേക്ക് പോയേനെ. എന്നാൽ മിഡിൽ ആൻഡമാൻസിൽ പോകണമെങ്കിൽ അവിടെ ജറവാസ് ഒക്കെയുള്ള പരപ്പായതുകൊണ്ട് ആമേൻ സ്തോത്രം, നമ്മള് ആമേൻ പോലീസിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷനും ഹല്ലേലൂയ അവരുടെ പെർമിഷനൊക്കെ നമുക്ക് വേണമായിരുന്നു. ഇതൊക്കെ എടുത്തിട്ട് ബസ്സിലൊക്കെ വെളുപ്പിന് 3 മണിക്കൊക്കെ യാത്ര ചെയ്ത് ആമേൻ സ്തോത്രം നമ്മൾ യാത്ര ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴ് അച്ഛൻ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു നേവിയിൽ ഉദ്യോഗസ്ഥൻ അച്ഛനോട് പറഞ്ഞു, ദേവദാസനെ നമുക്ക് ഒരുമിച്ച് പോകാം, എന്റെയും ഫാമിലി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓപ്പൺ ജീപ്പിലാ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു വാക്കുകളൊക്കെ പറഞ്ഞ് ടിക്കറ്റ് എടുക്കാതെ തിരിച്ചു വന്നു. 3 മണിക്ക് പോകേണ്ടെന്ന ഞങ്ങളുടെ യാത്ര പിറ്റേന്ന് രാവിലെ 8 മണിക്കത്തേക്ക് മാറ്റിവെച്ചു. സ്തോത്രം. ആ രാവിലെ 6 മണി കഴിഞ്ഞ സമയം മുതലാണ് ഇവിടെ ഹല്ലേലൂയ ഭൂമി കുലുക്കമൊക്കെ ഉണ്ടാകുവാൻ തുടങ്ങിയത്. ഓർത്ത് നോക്കണം, ഞങ്ങൾ ആ 3 മണിക്ക് എഴുന്നേറ്റ് യാത്ര ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഹല്ലേലൂയ ഒന്നുകിൽ ആമേൻ ഏതെങ്കിലും നരഭോജികളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളത്തിനകത്ത്. സ്തോത്രം. ഒരിക്കലും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ശേഷിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ അത്യുന്നത ദൈവത്തിന്റെ കരം ഞങ്ങളുടെ കൂടെ ഇരുന്നു. ഞങ്ങളുടെ യാത്രയെ അവിടെ അതൊന്നും മുടക്കി. ആമേൻ സ്തോത്രം. പിന്നീട് ഞാൻ പറയട്ടെ, ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ലഭിച്ച മറ്റൊരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ഹല്ലേലൂയ മണിക്കൂറുകൾ നടന്നു. സ്തോത്രം. മണിക്കൂറുകൾ ഹല്ലേലൂയ ആമേൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ദിനരാത്രങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വെറും 6 വർഷവും 3 മാസമേ കുടുംബജീവിതം നയിച്ചുള്ളെങ്കിലും ഹല്ലേലൂയ ഗോവ, ആൻഡമാൻസ്, ബോംബെ, പൂനെ നാട്ടിലും പലയിടങ്ങളിലും കർത്താവിന്റെ വേല ഒരുമിച്ച് ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവം ആമേൻ അദ്ദേഹത്തെ കുറിച്ച് ആമേൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തന്റെ ഓട്ടം ഓടി തികയ്ക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണുവാൻ ഇടയായി തീർന്നത്. കാരണം ഹല്ലേലൂയ വളരെ ആവലോടെ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ ഓടിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. രാവിലെ തുടങ്ങുന്ന ഓട്ടം ദൈവവചനം പഠിപ്പിക്കാനോ ശുശ്രൂഷ ചെയ്യുവാനോ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വളരെ കൃപകളുള്ള മനുഷ്യനായിരുന്നു. എന്ന് വെച്ചാൽ പ്ലംബറിന്റെ പണി ചെയ്യണോ, പ്ലംബിംഗ് അറിയാം, ഇലക്ട്രിക്കൽ വർക്ക്സ് അറിയാം, ഇലക്ട്രോണിക്സ് വർക്ക് അറിയാം, മേശരിപ്പണി അറിയാം, ഹല്ലേലൂയ ഡ്രോയിങ് അറിയാം, എം സ്റ്റീഫൻ സാറിന്റെ പുസ്തകത്തിന്റെ കവർ ഡിസൈനിങ്, പാട്ടെഴുത്ത്, ഹല്ലേലൂയ സ്തോത്രം, ഇങ്ങനെ എല്ലാ നിലയിലും വളരെ ശക്തനായ ഒരു വ്യക്തിയായിരുന്നു കർത്താവിന്റെ ദാസൻ. സ്തോത്രം. ഇത് പറഞ്ഞു വരുമ്പോ 2008 ജനുവരി ആയപ്പോഴത്തേക്ക് ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ അങ്ങ് നിത്യതയിൽ ചേർന്നു. സ്തോത്രം. അന്ന് എന്റെ മോൾക്ക് 5 വയസ്സ്, മോള് ജനിച്ച് 5 വയസ്സ്, മോന്റെ 9ാം മാസം. ഹല്ലേലൂയ. ദൈവാത്മാവ് എനിക്ക് 2-3 വ്യത്യസ്ത ദർശനങ്ങളൊക്കെ തരുന്നുണ്ട്. ഞാനിതെല്ലാം അച്ഛനോട് പറയുന്നുണ്ട്. എന്നാൽ അച്ഛൻ അതിനു മുന്നേ ദൈവാത്മാവ് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അദ്ദേഹം കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നു, എല്ലാവരോടും ചെന്ന് പറയുന്നു. ആമേൻ. ഇതൊക്കെ പറയുമ്പോ ഞാൻ പറയും, എന്തു വെച്ചോ ഇങ്ങനെ പറയുന്നത്? പക്ഷെ അദ്ദേഹത്തിന് വളരെ വ്യക്തതയോടെ നിർണയത്തോടെ എന്നോട് പറയുന്നുണ്ട്, എന്റെ ജീവിത കാലയളവ് തീരാറായി. ഹല്ലേലൂയ. ഞാൻ നിന്നെ അറിഞ്ഞുകൊണ്ട് ചതിച്ചിട്ടില്ല. ആമേൻ സ്തോത്രം. ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് എന്നോട് അദ്ദേഹത്തിന് പറയാനുള്ളത്. ആമേൻ. എറണാകുളം ലിസി ഹോസ്പിറ്റലില് ആമേൻ ആയിരിക്കുന്ന സമയത്തും ഞങ്ങൾ ഒരുമിച്ച് കൈപിടിച്ച് പ്രാർത്ഥിച്ച, കർത്താവേ ഞങ്ങൾ കുഞ്ഞുങ്ങളാ, ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ, ഞങ്ങൾ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഇതൊന്നും പറയാനുള്ള ഒരു പക്വത പോലും എനിക്കില്ല. ഒരു വിധവയായാൽ എന്താ സംഭവിക്കുന്നതെന്നുള്ള ഒരു വീണ്ടും വിചാരത്തിന്റെ അനുഭവം എനിക്കില്ല. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ അത്രമാത്രം പൊട്ടുപിടിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സ്തോത്രം. ജീവിതത്തെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു വ്യക്തി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അച്ഛൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറയും, ഒരു ബൈബിളും ഒരു പാട്ടുപുസ്തകം കൊടുത്ത് അതിനെ അവിടെ എവിടെയെങ്കിലും വരുത്തിയാലും അത് സന്തോഷത്തോടെ ജീവിച്ചോളും. ഹല്ലേലൂയ. ഒരു ബീ വെട്ടാൻ എന്നെ കൊണ്ട് അറിയത്തില്ല, വെട്ടിക്കത്തുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. തനിയെ വെട്ടിക്കൊണ്ട് വന്ന് കറി വെച്ച് കഴിച്ചോളും. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം. ആമേൻ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിൽ പോലും ആമേൻ എന്നെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതെ ആമേൻ രാത്രിയിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട്
10 മണിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ 11 മണി, 12 മണി, 1 മണി, 2 മണി ആകുന്നതൊന്നും ഞാൻ അറിയത്തില്ല. അതുപോലെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. രാവിലെ എഴുന്നേറ്റില്ലെങ്കിലോ അച്ഛൻ എന്നെ വിളിക്കത്തില്ല. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഭയങ്കര കംഫർട്ടായിട്ട് ഞാനിങ്ങനെ എന്റെ ജീവിതം ഇങ്ങനെ സന്തോഷിച്ച് സുഖമായിട്ട് പോയിക്കൊണ്ടിരുന്ന എന്റെ ജീവിതത്തിനകത്താണ് ഹല്ലേലൂയ കർത്താവ് എനിക്ക് നേരെ അങ്ങ് മുഖം മറച്ചത്. ആ വാക്ക് മാത്രമാണ് അവിടെ യോജിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് 3 വ്യത്യസ്ത രീതിയിൽ അച്ഛൻ എന്നിൽ നിന്ന് നഷ്ടമാകുന്നത് എനിക്ക് കാണിച്ചു തന്നു. ഞാനിത് അച്ഛനോട് പറയുമ്പോ അച്ഛൻ എന്നെ ഇങ്ങനെ ഒന്ന് തടവും, എന്നിട്ട് പറയും, നീ അതിനെ ജയിക്കും. സ്തോത്രം. യേശുപ്പച്ച നിന്റെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ പറയുമെങ്കിലോ പുള്ളി എന്നിട്ട് മാറിപ്പോയിരിക്കും. ആമേൻ. ഓഫീസ് റൂമിലോട്ടൊക്കെ പോകുന്നത് കാണാം. ഞാൻ ശ്രദ്ധിക്കാറില്ല. ഹല്ലേലൂയ. എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ പോലും വരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പരാജയങ്ങൾ കൂടെ പറയുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സ്തോത്രം. വിവാഹം വരെ ഇത് മാത്രമായിരുന്നു എന്റെ ആശ്രയെങ്കിൽ, കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛൻ എനിക്കൊരു വിഗ്രഹം. എന്നാൽ അച്ഛൻ അത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛൻ എപ്പോഴും പറയും, നീ എന്നെ സ്നേഹിക്കുന്നില്ല, നീ എന്നെ നോക്കുന്നില്ല, നീ എപ്പോഴും പ്രാർത്ഥിക്കുക. സ്തോത്രം. പക്ഷെ എനിക്കറിയാം, ഹല്ലേലൂയ, ആമേൻ, എന്ത് കാര്യത്തിനും അച്ഛയോ ഇങ്ങനെ തോണ്ടിയിരിക്കും. സ്തോത്രം. ഏതു ചെറിയ കാര്യത്തിനും ആ പുള്ളിയുടെ കയ്യിൽ തോന്നി. അച്ഛനാണെങ്കിൽ അതിനപ്പുറം ഒരിടത്തും ഒറ്റയ്ക്ക് വിടത്തില്ല. എന്റെ മോളെ എങ്ങനെയാ നോക്കുന്നത്, ആമേൻ, അതിനേക്കാൾ കെയർ എന്നാണ് എന്നെ കൊണ്ടുവന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ അന്നേരം ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു പക്വത അന്ന് എന്റെ ജീവിതത്തിനകത്ത് ഇല്ല. ഹല്ലേലൂയ എന്ന് എനിക്ക് ഇപ്പൊ പറയാനൊക്കത്തുള്ളൂ. കാരണം ജീവിതത്തിൽ ദൈവം കൂട്ടിച്ചേർക്കുന്നതിന്റെ മാഹാത്മ്യം നമ്മൾ തിരിച്ചറിയും. സ്തോത്രം. കുടുംബ ജീവിതത്തിനകത്ത് ഇന്ന് ഭയങ്കര അവിശ്വസ്തത നടന്നുകൊണ്ടിരിക്കുക. ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ കൊല്ലം ജില്ലാ ജയിലിൽ കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തിയാണ്. സ്തോത്രം. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വനിതകളുടെ ഇടയിൽ ഹല്ലേലൂയ മാസത്തിൽ ഒരു പ്രാവശ്യം ആരാധന നടത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. പോലീസുകാരുടെ ഇടയിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുവാൻ അവരുടെ കുടുംബജീവിതത്തെ കുറിച്ച് എനിക്കറിയാം. ആമേൻ. ഏറ്റവും പരിതാപകരമെന്ന് പറയട്ടെ, പെന്തക്കോസ്തിലെ ദൈവദാസന്മാരുടെ കുടുംബജീവിതങ്ങളെ കുറിച്ച്, ആമേൻ, അവിടുത്തെ ദൈവദാസിമാരുടെ ജീവിതത്തെ കുറിച്ചും എനിക്കറിയാം. ആമേൻ. ഒരുമിച്ച് ജീവിതം, 2 മുറികളിൽ ഉറക്കം. ഹല്ലേലൂയ. കുടുംബജീവിതത്തിനകത്ത് ഒരു മൂല്യവും കൽപ്പിക്കാതെ, ആമേൻ, ഹല്ലേലൂയ, ദാവീദിനെ പോലെ, ആമേൻ, പെട്ടകം, ഹല്ലേലൂയ, യോവാബും കൂടെ ഉള്ളവരും ഒക്കെ പടജനമൊക്കെ യുദ്ധഭൂമിക്കകത്ത് നിൽക്കുമ്പോൾ അഭിഷേകമുള്ള, ആമേൻ, ദാവീദ് പലപ്പോഴും ആമേൻ ആമേൻ, ഹല്ലേലൂയ, മട്ടുപ്പാവില് ഉലാത്തുന്ന അനുഭവത്തില. ഈ തലമുറയ്ക്കകത്ത് ദേവദാസൻ എന്നോട് ക്ഷമിക്കണോ, ഇതിനകത്തോട് ചേർന്ന് പറയുക, ആമേൻ, മട്ടുപ്പാവിൽ ഹല്ലേലൂയ ഉലാവുന്നത് പോലെ അഭിഷേകം നഷ്ടപ്പെട്ട് ഉലാവിക്കൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരുള്ള തലമുറയ്ക്കകത്ത് ഇതുപോലുള്ള വിധവമാരെ, അനാഥരെ, ആശ്രയമില്ലാത്തവരെ കർത്താവ് എഴുന്നേൽപ്പിച്ച് തന്റെ വേല ചെയ്യിപ്പിക്കുന്നത്. അതിന്റെ രകൽഘടകമനവ. അതെ, കർത്താവ് തന്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അൽക്കന ഘടകമന. വിശ്വസ്തയോടെ നിൽക്കുന്ന ജീവിതങ്ങളെയാ ദൈവത്തിന് ആവശ്യം. ഒന്നുകൂടെ പറയട്ടെ, പുൾപിറ്റുകൾ തേടി പുൾപിറ്റുകളിൽ കൂടെ ഓടാതെ അൽക്കമന ഘടകനകസി രികനഘടകനക ശമന. അവൻ ഇന്നത്തെ ഒരു പ്രവണതയുണ്ട്, ദൈവസഭകളുണ്ട്, ഹല്ലേലൂയ, അവിടെ മാത്രം ഒതുങ്ങി നിൽക്കൂ, എന്നിട്ട് പൊതു ശുശ്രൂഷകളിൽ ഒതുങ്ങി നിൽക്കൂ. അവിടെയുള്ള ജനങ്ങളുടെ അടുക്കലേക്ക് സുവിശേഷമായിട്ട് ഇന്ന് പോകുന്നതിൽ വളരെ പുറകോട്ട. എന്നാൽ അനവധി ദേവദാസന്മാരുണ്ട്, അവരുടെ ജീവനും ജീവിതവും എല്ലാം ആമേൻ മാറ്റിവെച്ചിട്ട് കർത്താവിന് വേണ്ടി ആമേൻ വിശ്വസ്തയോടെ ദൈവവേല ചെയ്യുന്നവർ. അതിന്റെ നടുവിലുള്ള ചില ഹല്ലേലൂയ അഭിഷേകം നഷ്ടപ്പെട്ടവരുണ്ടല്ലോ. ഹല്ലേലൂയ വലിയ വെല്ലുവിളിയാ ആമേൻ പെന്തക്കോസ്തിനകത്ത് മൂല്യച്യുതി വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടെ എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരുപാട് വേദികളെ പിൽക്കാലത്ത് ദൈവം തന്നു. സ്തോത്രം. ആമേൻ. സാക്ഷ്യം പറഞ്ഞു തന്നെ വരാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും എനിക്ക് പേരിട്ട് യു ആർ എ യങ് വിഡോ. എന്റെ 26 വയസ്സിനും 27 വയസ്സിനും ഇടയിലാണ് എന്റെ ആമേൻ ഹസ്ബൻഡ് എന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുവരെ ഞങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നിട്ട് ആമേൻ എല്ലായിടത്തു നിന്നും ഒരു ആമേൻ മേലെടുത്തിട്ട് തന്നു യങ് വിഡോ. സ്തോത്രം. പിന്നെ എനിക്ക് പുൾപിറ്റില്ല. ആമേൻ. പിന്നെ എനിക്ക് പലയിടത്തുനിന്നും വിലക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല.
ഹല്ലേലൂയ. ശ്രീധരൻ തന്ന പൈസയൊക്കെ ദേവദാസൻ സൂക്ഷിച്ചൊക്കെ ഇട്ടിരുന്നെങ്കിലും പല ആവശ്യങ്ങൾക്ക് അത് അങ്ങനെ അങ്ങ് പോയി. കർത്താവിന്റെ ദാസന്റെ ബാങ്ക് ബാലൻസ് 5000 രൂപയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ബാങ്ക് ബാലൻസ് കുറയാതെ ഇന്ന് വരെ എന്റെ യേശുപ്പച്ചൻ ഞങ്ങളെ ജയോത്സവമായി നടത്തും. ഇത് പറയുമ്പോഴും ഞാൻ പറയട്ടെ, ഇന്ന് വരെ ഞങ്ങൾക്ക് 2001 എന്റെ വിവാഹം നടന്നതാ. ഇന്ന് വരെ എന്റെ 21 വയസ്സുള്ള മോൾ ഇന്ന് വരെ സ്വന്തമായ ഒരു ഭവനത്തിൽ ഉറങ്ങിയിട്ടില്ല. സ്തോത്രം. കർത്താവിന്റെ ദാസൻ 2008 നിത്യതയിൽ ചേർന്നതിന് ശേഷം ഇന്ന് ഞാൻ താമസിക്കുന്നത് 10ാമത്തെ വാടക വീട്ടിലാണ്. പക്ഷെ ഇന്ന് വരെ 2018 എന്നെ കർത്താവ് വീണ്ടും ശുശ്രൂഷയ്ക്ക് ഇറക്കി. ദുബൈയിലും കുവൈറ്റിലും മസ്കറ്റിലും ഒക്കെ പലയിടങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല വേദികളിൽ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാത്ത ഇടങ്ങളിൽ യു ആർ എ യങ് വിഡോ എന്ന് പറഞ്ഞ് ലോകം മാറ്റി നിർത്തി. അൽക്കര ഘടകമെന ദൈവദാസന്മാര് മാറ്റി നിർത്തി, ദൈവജനം എന്നെ മാറ്റി നിർത്തി, ലോകക്കാർ മറന്നു. ആമേൻ. എല്ലാവരും എന്നെ മറന്നപ്പോഴോ കർത്താവ് എന്നെ മറന്നു കളയാതെ ഈ ദൈവവചനോ അതിതീഷ്ണതയോടെ പറയുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആരുടെ മുന്നിൽ ഇന്ന് വരെ കൈനീട്ടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വരെ പൈസ ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. അതിനൊന്നും ഞാൻ ആഗ്രഹിക്കത്തുമില്ല. കാരണം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ കൊല്ലത്തൊരു ഓൾഡ് ഏജ് ഹോമിലോട്ടാ ഞാൻ 2 കുഞ്ഞുങ്ങളുമായിട്ട് വരുവാനിടയായി തീർന്നു. സ്തോത്രം. എന്റെ 2 കുടുംബത്തിലെയും ആരും ഹല്ലേലൂയ എന്തായാലും കൃപയാൽ 2 കുടുംബക്കാരും എന്നെ വിളിക്കാഞ്ഞത് നിമിത്തം സ്തോത്രം ഞാൻ ഈ കൊല്ലത്ത് വന്നു. ആമേൻ. കമ്പ്യൂട്ടർ TTC പഠിച്ചു. BA ലിറ്ററേച്ചർ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും പഠിച്ചു. എഴുതാത്ത PSC ടെസ്റ്റുകളില്ല, എഴുതാത്ത റെയിൽവേയുടെ ടെസ്റ്റുകളില്ല. പ്രാർത്ഥന വിഷയം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയൂ, എനിക്കൊരു ജോലി വേണം, അതൊരു ഗവൺമെന്റ് ജോലി വേണം, ഒരു നല്ല ഭവനം വേണം. സ്തോത്രം. കൃപയാൽ ഈ പ്രാർത്ഥന 2 ദൈവം കേട്ടിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കേട്ടിട്ടില്ല. ആമേൻ. പിന്നെ എന്ത് ചെയ്തതെന്നറിയാമോ? ആമേൻ. സ്തോത്രം. ഞാനിവിടെ ആമേൻ ഒരു ബൈബിൾ സ്കൂളിന്റെ ഓഫീസിൽ ജോലിക്ക് ചെയ്യാൻ തുടങ്ങി. ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് മാറി ചെറിയ റെന്റിന് ഒരു ഷീറ്റ് ഇട്ട് ഒരു വീടെടുത്തു. കുറെ എലികളും ഞാനും 2 കുഞ്ഞുങ്ങളും. എന്റെ മാതാവ് പലപ്പോഴും എന്റെ സഹായത്തിനുണ്ടായിരുന്നെങ്കിലും ആമേൻ എന്നും ഞങ്ങളുടെ കൂടെ നിൽക്കുവാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ. ഒരുപാട് വേദന അനുഭവിച്ച സമയത്ത് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞു, മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി, സ്തോത്രം, പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയാതെ ഞരക്കം മാത്രമായി. ദൈവവൈതലേ, ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ ദൈവം മനസ്സ് തരുന്നെങ്കിൽ ആവലോടെ പ്രാർത്ഥിച്ചോണം. നാളെ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് നിന്റെ അകത്തളത്തിലെ പരിശുദ്ധാത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയാൻ പറ്റോ? ഇന്ന് ഹല്ലേലൂയ വിശ്വസ്തയോടെ ദൈവപാദപീഠത്തിൽ ഇരിക്കാമെങ്കിൽ നിന്റെ കഷ്ടതയുടെ യാമങ്ങളിൽ അവൻ നമ്മെ ഉള്ളം കരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കും. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. 2007 നവംബർ ഡിസംബർ മാസം അച്ഛൻ അസുഖമാണെന്നൊക്കെ അറിഞ്ഞ് വെല്ലൂര് കൊണ്ടുപോയി. വെല്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കർത്താവിന്റെ ദാസൻ എന്നെ അടുക്ക വിളിച്ചിട്ട് എന്റെ തലയിലോട്ട് കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ്, ഇവളൊരു പൊട്ടിപ്പെണ്ണ, ഇവക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല. കാരണം പുള്ളിക്ക് അറിയൂ ഞാൻ എന്താണ്. സ്തോത്രം. ബാക്കി എല്ലാവരും നോക്കുമ്പോ ഞാൻ ഭയങ്കര തീപ്പൊരി പ്രസംഗികയാ, എഴുത്തുകാരിയാ, ഹല്ലേലൂയ, വർഷിപ്പ് ലീഡറാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കഴിവുകൾ എനിക്കുണ്ടെങ്കിലും സ്തോത്രം, ഇനി സ്പോർട്സിനകത്താണെങ്കിലും ഹല്ലേലൂയ ഒന്നിനകത്തും എന്നെ മാറ്റി നിർത്തണ്ട. പക്ഷെ ഒരു തീപ്പെട്ടി മേടിക്കാനോ ഒരു വീട്ടിനകത്ത് ഉപ്പ് വേണോ കടുക് വേണോ ഉലുവ എന്തിനാണെന്നോ അറിയത്തില്ലായിരുന്നു. ഉള്ള കാര്യം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പക്ഷേ ഇവിടെ ഒരു ജോലിക്ക് കയറ്റി. ഞാൻ ഹോട്ടലിൽ ആഹാരം മേടിക്കാൻ പോകുന്ന ഒരു ഹോട്ടൽ. ആമേൻ. സ്തോത്രം. എന്താ അതിന് പറയുന്നത്? കൊച്ചു പയ്യന്മാരെ ഹോട്ടലിൽ ആഹാരം മേടിക്കാൻ വിടുമല്ലോ. ഞാൻ അതിന് പോയി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. പച്ചക്കറി മേടിക്കാൻ ഈ കൊല്ലം, ആമേൻ, ഞാൻ ടൗണിലാണ് താമസിക്കുന്നത്. കൊല്ലം ടൗണിലെ ഓരോ കടകളിലും കയറി ഇറങ്ങി ഏറ്റവും വില കുറഞ്ഞ ഇടത്ത് നിന്ന് പച്ചക്കറി മേടിക്കാൻ ദൈവം, ചിക്കന്റെ വില, ബീഫിന്റെ വില, സ്തോത്രം, ഇവിടുത്തെ മാർക്കറ്റുകളിൽ കയറി ഇറങ്ങി വാങ്ങിച്ച് ആമേൻ. സ്തോത്രം. അവിടത്തേക്ക് കൊണ്ടുവരാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. 50 രൂപയുടെ മീൻ മേടിച്ചിട്ട് അത് കൊള്ളത്തില്ല, അത് തിരിച്ചു കൊണ്ടു കൊടുക്കെന്ന് പറഞ്ഞ ജീവിത സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി. സ്തോത്രം. കർത്താവ് എന്നെ കൈവിട്ടില്ല കേട്ടോ. നമ്മുടെ കഷ്ടതയുടെ നാളുകൾ നമ്മുടെ നിക്ഷേപത്തിന്റെ നാളുകളാണ്. നമ്മൾ യഥാർത്ഥ ദൈവവൈതലാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ കഷ്ടതയുടെ യാമങ്ങളിലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളത് ഞാൻ ഭയത്തോടെ കിടന്നുറങ്ങിയ രാത്രികളില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം എന്റെ മോള്
മെഡിസിന് പഠിക്കുക. അവള് നാട്ടിൽ വന്നപ്പോ ഞാൻ എന്റെ അനുമോളെ ഇമ്മാനുവിനെയും പിടിച്ചിരുത്തി. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ എനിക്ക് കിട്ടിയത്, ഞാൻ ഏറ്റവും കഠിന യാമങ്ങളിൽ കൂടെ പോയ സമയത്ത് എന്ന് ഞങ്ങള് സന്ധ്യയ്ക്ക് പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ദൈവവചനം പഠിപ്പിക്കുമായിരുന്നു. വചനം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുമായിരുന്നു. സ്തോത്രം. ഈ കുഞ്ഞുങ്ങൾ എന്റെ കൂടെ ഇരുന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ആ ഷീറ്റിട്ട വീട്ടിനകത്താ. പക്ഷേ ചുറ്റുപാടുമുള്ളവരെല്ലാം ഇറങ്ങി നിന്നിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുമായിരുന്നു. ഹല്ലേലൂയ. യാദൃശ്യ എന്റെ നെയ്ബർ ആന്റിയുടെ കൂടെ ഒരു വിവാഹത്തിന് ചെന്നപ്പോൾ, ആമേൻ, ആ വിവാഹ വേദിയിൽ നിന്ന് ആ പയ്യൻ ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, ആന്റി എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു, മോനെ, ഈ ആന്റി എന്നെ വിളിച്ചോണ്ട് വന്നതാ, അവരുടെ ബന്ധുവാ, എന്നെ വിളിച്ചോണ്ട് വന്നതാ. എനിക്ക് മോനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഞങ്ങളുടെ വീടിന്റെ അവിടെ എവിടെയോ താമസിച്ചതാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. എന്നാൽ ആ പയ്യൻ പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്, എനിക്ക് ആന്റിയെ അറിയാം. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന എനിക്കറിയാം, ആ കുഞ്ഞുങ്ങളെ എനിക്കറിയാം. കാരണം നിങ്ങൾ ആ ഭവനത്തിനകത്തിരുന്ന് ആ കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് പാട്ട് പാടുമ്പോൾ ആ അന്തരീക്ഷം മാറുമായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നിന്ന് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ആ രാത്രികളിലൊക്കെ നിങ്ങളോട് ചേർന്ന് ആമേൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു CSI സഹോദരൻ എന്നോട് പറഞ്ഞ സാക്ഷ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു ദിവസം രാത്രിയില് ഞാൻ വല്ലാതെ ഭാരപ്പെട്ട് കിടന്നുറങ്ങുകയാണ്. എന്തൊക്കെയോ ഭയം, വല്ലാത്ത ഭയം. സ്തോത്രം. ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാനിരുന്ന് ആരാധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് റൂം മുഴുവനും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്ന അസാധാരണ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിപ്പാൻ ഇടയായിട്ട്. എന്റെ സാക്ഷ്യം പറഞ്ഞാൽ, 2008 ജനുവരി 5 ദേവദാസൻ മരിച്ചതിന് ശേഷം അന്നു മുതൽ ഇന്നു വരെയുള്ള ഓരോ ദിവസവും ഓരോ പുസ്തകങ്ങൾ എഴുതാനുള്ള ആമേൻ കണ്ടന്റ് ഇഷ്ടം പോലെ തന്നാണ് ദൈവം എന്നെ നടത്തിയത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ രാത്രിയില് എന്താ പരിസരത്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. തൊട്ടടുത്ത് കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്ന യൗവനക്കാരായ ചില ആൾക്കാർ അവിടെ താമസിച്ചിട്ടുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവരെയൊക്കെ ചിതറിച്ച് കളഞ്ഞ ഒരു രാത്രി കൂടെയായിരുന്നു. നമ്മൾ ഒന്നും അറിയുന്നില്ല. സ്തോത്രം. നമ്മൾ താമസിക്കുന്നിടത്ത് ആവശ്യത്തിന് സുരക്ഷിതത്വം കാണത്തില്ല. പക്ഷെ നമ്മളോട് കൂടെയുള്ള അത്യുന്നത ദൈവത്തിന്റെ സാന്നിധ്യം, ആമേൻ, അതിന്റെ മാഹാത്മ്യമൊക്കെ എനിക്ക് വിവരിക്കാതിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അതിനുശേഷം ഞാൻ ഉളിയക്കോവൽ എന്ന് പറഞ്ഞ് ഹൈന്ദവർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയില് എനിക്ക് താമസിക്കേണ്ടി വന്നു. ആ സമയത്ത് ഞാനൊരു സാംസങ്ങിന്റെ മൊബൈൽ ഷോറൂമില് ജോലി ചെയ്യുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാന് ഒരു ബൈബിൾ സ്കൂളിന്റെ ഓഫീസിൽ ജോലി ചെയ്തപ്പോൾ എന്റെ മോള് സ്കൂളിൽ പോന്നു. രണ്ടാമത് മോനെ സ്കൂളിൽ വിടേണ്ട സമയത്ത് ഞാൻ എന്റെ അന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സഭയിലെ ദേവദാസനോട് എന്ന് പറഞ്ഞു, എനിക്കൊരു സ്പോൺസറെ ഒപ്പിച്ചു തരുമോ, എന്റെ മോനെ കൂടെ സ്കൂളിൽ ചേർക്കണം. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. പക്ഷെ ഞാൻ പോയി ദൈവസന്നിധി ഇന്നലെ വിളിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നീ ആശ്രയിക്കരുത്. ആമേൻ. അന്നു മുതൽ ഇന്ന് വരെ, സ്തോത്രം, മനുഷ്യരിൽ ആശ്രയിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. അല്ല, ഞാൻ എപ്പോഴെങ്കിലും മനുഷ്യരിൽ ആശ്രയിക്കാൻ പോയിട്ടുണ്ടോ? ഞാൻ ലജ്ജിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ വഴിയിൽ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. കഷ്ടത്തിന്റെ അപ്പം നമ്മൾ തിന്നാലും കണ്ണുനീരിന്റെ വെള്ളം കുടിച്ചാലും നമ്മുടെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല. ആമേൻ. ഞാന് ആ സമയത്ത് ബജാജ് അലയൻസ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസിന്റെ ഏജന്റ് ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ആമേൻ. ഈ ബൈബിൾ സ്കൂളിലും ബജാജ് അലയൻസിന്റെ ഓഫീസിലും ഒപ്പം തന്നെ ഹല്ലേലൂയ ഇവിടെ ഒരു ക്ഷേമനിധി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് ഇവിടെ ജോലി ചെയ്യാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. സ്തോത്രം. ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് എടുത്തു കൊടുക്കാനാണ്. ഒരു ഹോൾസെയിൽ മെഡിക്കൽ സ്റ്റോറിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തു. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതൊക്കെ ഈസി ആയിട്ടാ പറയുന്നത്. എന്റെ സാക്ഷ്യം പറയാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഹല്ലേലൂയ, ഹൃദയം വിങ്ങി
ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആണ് ഞാനിത് സാക്ഷ്യം പറയും. അനുഭവിക്കാത്ത നിന്നയില്ല, അവഗണനയില്ല. സ്തോത്രം. ഹല്ലേലൂയ. സാംസങ്ങിന്റെ മൊബൈൽ ഷോറൂമിൽ 2 വട്ടം ഞാൻ ബോധം കെട്ട് വീണു, മദ്യപന്മാരുടെ വാക്കുകൾ കേട്ട്. ഞാനൊരു കിൻഡർ ഗാർഡൻ സ്കൂൾ ടീച്ചറായിട്ട് ജോലി ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഇതിനൊന്നും ഞങ്ങളുടെ പ്രാപ്തിയല്ല, ഞങ്ങളെ പ്രാപ്തനാക്കുന്ന ഒരു അത്യുന്നത ദൈവം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മൾ തക്ക കാലത്ത് ഫലം കായ്ക്കണം, ഇല വാടാത്ത വൃക്ഷമായിരിക്കണം. ഈ 17 വർഷവും ഞാൻ താമസിക്കുന്നത് ഈ കൊല്ലം പട്ടണത്തിൽ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വീട് മാറി മാറി താമസിക്കുന്നതേ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, എന്റെ സാക്ഷ്യം ഹല്ലേലൂയ എന്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ തെളിവായിരിക്കണം. രഹസ്യ ജീവിത വിശുദ്ധി വളരെ പ്രാധാന്യമുള്ളതാ. കപടഭക്തിയുടെ ആവരണത്തിനോ ആമേൻ ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും കപടഭക്തിയോ വലിയ പുൾപ്പിറ്റുകളോ ഒന്നുമല്ല നമുക്ക് ആവശ്യം. രഹസ്യ ജീവിതവും എന്റെ ക്രിസ്തുവും ഈ വചനവുമായിട്ട് ഇടകലർന്ന ഹല്ലേലൂയ ആമേൻ കൃത്യതയാർന്ന തെളിവാർന്ന വിശുദ്ധ ജീവിതം ഓരോ ദൈവ പൈതലിനും വളരെ അത്യന്താപേക്ഷിതം. ആമേൻ. ഞാൻ ഈ സമയങ്ങളില് അടുത്ത വീട്ടിൽ പോയി നഖം വെട്ടിക്കൊടുത്ത് സുവിശേഷം പറഞ്ഞ് ചിലരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പറഞ്ഞു വന്നത് ഉളിയക്കോവിൽ എന്ന് പറഞ്ഞ ഹൈന്ദവർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് താമസിക്കേണ്ടി വന്നു. അന്ന് ഞാൻ ആ സാംസങ്ങിന്റെ മൊബൈൽ ഷോറൂമിൽ ജോലി ചെയ്യുക. എനിക്ക് ഭയങ്കര ഭയം. ആ സമയത്ത് അമ്മ എന്റെ കൂടെ ഇല്ല, വല്ലപ്പോഴും വരികയുള്ളൂ. മോള് 5-ലോ 6-ലോ പഠിക്കുന്ന സമയം. സ്തോത്രം. ഇമ്മാനുവൽ 1-ാം ക്ലാസ്സില് എന്റെ മോൻ. സ്തോത്രം. ഞാൻ ഈ കുഞ്ഞുങ്ങളെ രാവിലെ സ്കൂളിലേക്ക് വിട്ടിട്ടാ ഞാൻ ജോലിക്ക് പോകുന്നത്. ഇതിനിടയിൽ ഞാൻ ഈ കൊല്ലത്ത് വന്നിട്ട് ഞാൻ സ്കൂട്ടർ പഠിച്ചു. അച്ഛൻ എന്റെ കൂടെ ഉള്ളപ്പോൾ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയാം, എന്നെ ഒന്ന് സ്കൂട്ടർ പഠിപ്പിക്കും. അച്ഛൻ അന്നേരം എന്നോട് പറയും, എന്നിട്ട് വേണോ ഞാൻ എന്നെ റോഡിൽ നിന്ന് തൂത്തുവാറാൻ. കാര്യം അച്ഛൻ അറിയാം എനിക്ക് അത്ര പക്വതയേ ഉള്ളൂ, കഴിവേ ഉള്ളൂ, ഒരിടത്തും തനിച്ച് വിടത്തില്ല. പക്ഷെ ഞാൻ ഈ കൊല്ലത്ത് വന്നു 2008 തന്നെ ഞാൻ തനിച്ച് ആശ്രമം മൈതാനത്ത് പോയി സ്കൂട്ടർ എടുത്ത് പഠിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം തന്നെ വണ്ടി ഓടിച്ചു മറിഞ്ഞു വീണ് ദേഹം മൊത്തം ചോര ഒഴുകി പൊട്ടി. കാര്യം ഞാൻ സൈക്കിള് പോലും തൊട്ടിട്ടില്ല. അതിനാ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ മൺട്രോത്തുരുത്ത് പെരിങ്ങാലം എന്ന് പറഞ്ഞ ദ്വീപിലാണ്. അവിടെ ഞാൻ സൈക്കിള് കൈകൊണ്ട് തൊട്ടിട്ടില്ല, അവിടെ വാഹനങ്ങളില്ല. പക്ഷേ ഇവിടെ വന്ന് സ്കൂട്ടർ പഠിച്ചു. ഇപ്പൊ ഞാൻ കാർ ഓടിക്കും. ഏത് വാഹനം തന്നാലും സ്തോത്രം ഓടിക്കുവാനുള്ള പ്രാപ്തി ദൈവം എനിക്ക് തന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ മൺട്രോത്തുരുത്ത് പെരിങ്ങാലത്തെ ഷാരോൺ ചർച്ചിന്റെ കോർണറിനോട് ചേർന്നിരുന്ന് ഞാൻ ദൈവത്തെ ശക്തിയോടെ പാടി ആരാധിക്കുമായിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുമായിരുന്നു. പലപ്പോഴും ഞാൻ രാത്രിയാമങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഈ പുറലോകം കാണാൻ എനിക്ക് വല്ല സാധ്യതകളുമുണ്ടോ? ഹല്ലേലൂയ. എന്നാ ഞാൻ പറയട്ടെ, പലസ്തീന്റെ പുൽപ്പുറമേടുകളിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ, അവിടേക്ക് അഭിഷേക തൈലവുമായിട്ട് ഹല്ലേലൂയ സർവശക്തൻ തന്റെ ദൂതനെ അയച്ചതുപോലെയാ ഇന്ന് ഞാൻ നിങ്ങളുടെ നടുവിലിരുന്ന് വചനം പറയും. ഇത് പറയാനുള്ള കാരണം നമ്മൾ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കണം. രഹസ്യ ജീവിതത്തിനകത്ത്, പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് നമ്മൾ വളരെ പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ദാവീദിന്റെ ജീവിതത്തിന്റെ പ്രത്യേകതയാണ് ആമേൻ ആമേൻ ആരും കാണുന്നില്ലെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്ന് നിഷ്കളങ്ക മനസ്സോടെ ദൈവത്തെ ആരാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൈകൾ ആമത്തിൽ കിടക്കുന്ന അനുഭവമാകാം. നിങ്ങൾക്ക് ബന്ധനമാണെന്ന് പൗലോസും ശീലാസും ഒക്കെ തടവറയിൽ കിടന്നപ്പോൾ അവർ ആമത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. ഏറ്റവും അകത്തളത്തിലായിരുന്നു. പടയാളികളുടെ നടുവിൽ ഉറങ്ങി. അവരും എന്ത് ചെയ്തു? കുറച്ചു നേരമൊക്കെ അവർ മയങ്ങി. ഹല്ലേലൂയ. പിന്നീട് അവരെന്ത് ആമേൻ എഴുന്നേറ്റിരുന്നോ ഇല്ലയോ? ആമേൻ അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ പൊട്ടി. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പ്രയാസവേളയിൽ, കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ, ആരും സഹായിപ്പാനില്ലാത്തപ്പോൾ, ആരും കാണാനില്ലാത്തപ്പോൾ ഹല്ലേലൂയ വിശ്വസ്തയോടെ ദൈവത്തെ സ്തുതിക്കാമോ? ദൈവത്തെ ആരാധിക്കാമോ? നിശ്ചയമായ മറുപടിയുണ്ട്. ആരും കാണുന്നില്ലെന്നല്ല, അത്യുന്നത
ദൈവം കണ്ടിട്ട് തക്ക സമയത്ത് പുറത്തിറക്കി ആമേ രാജകീയ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിനിയോഗിക്കും. അതിനി ഭർത്താവ് മരിച്ചാലും ഹല്ലേലൂയ, ആരും സഹായമില്ലെങ്കിലോ, ലോകം മാറ്റി നിർത്തിയാലോ, വിധവയാണെങ്കിലും മച്ചിയാണെങ്കിലോ അനാഥരാണെങ്കിലോ ലോകത്തിന്റെ മുൻപിൽ യാതൊരു വിലയില്ലാത്തവരാണെങ്കിലോ അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്ക ഹൃദയമോ വിശ്വസ്തതയോ ആമേൻ ആരാധിക്കുന്ന ഒരു മനസ്സും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ചേർത്ത ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ ഉളിയക്കോവിൽ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് വളരെ ഭയമാ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകുന്നതൊക്കെ. എന്നാൽ ഒരു ദിവസം ആ വീട്ടിൽ ഞങ്ങൾ സന്ധ്യക്കിരുന്ന് ശക്തമായിട്ട് പാട്ടുപാടും, പ്രാർത്ഥിക്കും, ആരാധിക്കും. സ്തോത്രം. ഒരു ദിവസം ഞാനിങ്ങനെ ജോലിക്ക് സ്കൂട്ടറും ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ പോവുകയും എന്നെ ഒന്ന് രണ്ട് സ്ത്രീകൾ ആ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ഒരു സഹോദരി എന്നോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുക. സ്തോത്രം. ഇവിടെ ഏറ്റവും മ്ലേച്ഛത നിറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്നത്. സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞുങ്ങളുമായിട്ട് പാട്ടുപാടി പ്രാർത്ഥിക്കുന്നത്, ഈ അന്തരീക്ഷം മാറുകയാണ്. മക്കളെ, കഷ്ടതയുടെ കഠിന ശോധനയ്ക്കകത്തും നമ്മളിൽ വേണ്ടുന്ന തികഞ്ഞ ദൈവസ്നേഹം കൊണ്ടാ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പാട്ട് പാടുന്നത്. എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടെ, ഇങ്ങനെയാ പ്രതിസന്ധി ഉണ്ട്. എന്നാൽ അതല്ല നമ്മളെ വിളിച്ച ദൈവം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയത് കൊണ്ട്, എന്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ എന്റെ കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് ഹല്ലേലൂയ, പിന്നത്തേതിൽ എന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ. ആ പരിസരത്തുള്ളവരെല്ലാം ഞങ്ങളുടെ ഭവന പ്രാർത്ഥനയ്ക്ക് കടന്നു വരാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. അവർ ആ ഗേറ്റിന്റെ അടുത്ത് വന്ന് നിൽക്കും. ഗേറ്റ് തുറന്ന് അകത്ത് വരാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. ഒരുപാട് ഭൂതഗ്രസ്തർ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടു. ഞാൻ കൈക്ക് പിടിച്ചല്ലാതെ അവർക്ക് ഗേറ്റ് കടന്ന് അകത്ത് വരാൻ പറ്റാതെ വണ്ണോ ദൈവത്തിന്റെ ഹല്ലേലൂയ, ആമേൻ, അഗ്നി വലയത്തിനകത്ത് സൂക്ഷിച്ചത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയത് മറ്റുള്ളവർ പറഞ്ഞ. സ്തോത്രം. ഞാൻ പറഞ്ഞ സാക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എനിക്കറിയത്തില്ലായിരുന്നു, എന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യും? പാട്ടുകൾ പാടും, വചനം വായിക്കും, ദൈവത്തെ സ്തുതിക്കും, ഹല്ലേലൂയ, ഞങ്ങൾ പ്രാർത്ഥിക്കും. ആമേൻ. പക്ഷേ പരിസരക്കാരെല്ലാരും അവിടെ വന്ന് നിന്ന് ഇത് ശ്രദ്ധിക്കുകയാ. ആമേൻ. അങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിട്ട് വളരെ ആദരവോടെ. പിന്നെന്ത്? ആമേൻ. ഞാൻ ജോലിക്ക് പോയിട്ട് രാത്രി ആകുവാണെങ്കിൽ ആ പരിസരത്തുള്ള ആൾക്കാര് എന്റെ കുഞ്ഞുങ്ങൾക്ക് പൊറോട്ടയോ അല്ലെങ്കിൽ ചിപ്സോ പപ്സോ ഒക്കെ വാങ്ങിച്ചിട്ട് ആ ഗേറ്റിനകത്ത് കൊണ്ടുവന്ന് അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അവര് പോകുന്ന ഒരു അനുഭവം. ഇന്ന് ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നത് ഇവിടെ കൊല്ലം മക്കാനി എന്ന് പറഞ്ഞ ഒരു മുസ്ലിങ്ങളുടെ ഇടയിലാണ്. ഞാൻ ഇന്നിരുന്ന് സാക്ഷ്യം പറയുന്നു. വളരെ പ്രതികൂലത്തിന്റെ അനുഭവത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവേ, അങ്ങനെ എവിടെയെല്ലാം കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്തടുത്ത വീടുകളാണ് ഇവരെല്ലാം ഇറങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും പ്രതികൂലം അനുഭവിച്ചിട്ടുള്ളത് കൃപയാൽ വിശ്വാസികളുടെ ഇടയിലുണ്ട്. പെന്തക്കോസ്ത് ദൈവജനത്തിന്റെ നാടുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി, കണ്ണുനീര് എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് അന്നയ്ക്കൊരു പെനിന്നെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ, ആ കണ്ണുനീരൊന്നും വ്യർത്ഥമായിട്ടില്ല. അവയെല്ലാം എനിക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുണയാൽ ആമേൻ, തൊട്ടടുത്ത വീടുകളിലൊക്കെ നടന്ന് സുവിശേഷം പറയാൻ, ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി. ആമേൻ. ഒരു ദിവസം ഇറങ്ങി ചെന്ന ഒരു 10-60 പേരെങ്കിലും രക്ഷിക്കപ്പെട്ട്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ദശാംശം കൊടുക്കുന്നത്, ചർച്ച കൊടുക്കുന്നത് ഒരു കുറഞ്ഞ അളവാണെങ്കിലും എനിക്ക് അധികം പൈസ ഒന്നും കാണത്തില്ല. ഞാൻ ഉള്ളതുമായിട്ട് ഹോസ്പിറ്റലിൽ പോകും. ആമേൻ. എന്റെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ 500 രൂപയായിരിക്കും, ചിലപ്പോൾ 1000 രൂപയായിരിക്കും. ആമേൻ, സ്തോത്രം. അതൊക്കെ എടുത്ത് ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കും. അതിനൊരു മാതൃക എന്റെ പിതാവാണ്. എന്റെ പിതാവ് ഒരു വശം പാരലൈസ്ഡ് ആയിട്ട് കിടന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ജോലി ചെയ്യാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. കിട്ടുന്ന ലാഭം എടുത്തിട്ട് ഈ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ആഹാരം മേടിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് എന്റെ കുഞ്ഞുങ്ങളും അതേ മാതൃക പിൻപറ്റുന്നത് എനിക്ക് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതം ഇത്ര കഷ്ടതയിലാണെങ്കിലും ദൈവസാന്നിധ്യമില്ലാത്ത സമയങ്ങൾ എനിക്കില്ലായിരുന്നു. എന്റെ മോൻ
അല്ലെങ്കിൽ ഇമാനുവൽ 8ാമത്തെ വയസ്സിൽ അവൻ അഭിഷേകം പ്രാപിച്ചു. ഒരു ഓഗസ്റ്റ് 15-ന് ആമേൻ സഭയിലുള്ള മറ്റു കുട്ടികളോടുകൂടെ ട്രാക്റ്റ് കൊടുക്കാൻ പോയപ്പോൾ ഒരു മുസ്ലിം മനുഷ്യൻ ആ ട്രാക്റ്റ് എടുത്തു കളഞ്ഞിട്ട് വഴക്ക് പറവാനിടയായി തീർന്നു. ഇമ്മാനുവൽ ആ നടു റോഡിൽ വെച്ച് ആ ട്രാക്റ്റ് എടുത്ത് കരഞ്ഞുകൊണ്ട് അവരോട് സുവിശേഷം പറഞ്ഞു. യേശുപ്പച്ചൻ ആമേൻ എന്നെയും അങ്കിളിനെയും ഒക്കെ രക്ഷിക്കാനാ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞ് ആമേൻ സാക്ഷ്യം പറവാൻ ഇടയായി തീർന്നു. അന്ന് രാത്രി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ നടുവിൽ ഹല്ലേലൂയ ആ 8 വയസ്സുകാരനെ ദൈവ അഭിഷേകത്താൽ നിറപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ശരീരത്തിനകത്ത് ഇന്ന് എനിക്ക് പല രോഗങ്ങളുണ്ട്. കാരണം കടന്നുപോയ നാളുകൾ ആഹാരം കഴിക്കാതെയും ശരീരം നോക്കാതെയും പോയത് നിമിത്തം ഒന്നിനു പിറകെ ഒന്നായി ഇന്ന് ഞാൻ ശരീരത്തില് വളരെ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇന്നും എന്റെ കർത്താവിനോട് പറഞ്ഞു, യേശുപ്പച്ച എന്റെ ഓട്ടം തികഞ്ഞോ, എന്നെ വിളിച്ചോ, ഞാൻ വരാൻ തയ്യാർ. സ്തോത്രം. കാരണം മറ്റൊന്നുമല്ല, ഈ ബൈബിള് ചുമക്കുവാൻ 2 പേരെ ദൈവം ഒരുക്കി നിർത്തിയിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജീവാനഗതി. ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ പോലും സ്തോത്രം എനിക്ക് ഒരു ഭയവുമില്ല. 2 കുഞ്ഞുങ്ങൾ ആമേൻ സ്തോത്രം. ദൈവം അവർക്ക് ആയുസ് കൊടുത്താൽ ഞങ്ങൾ ഓടിയതിന്റെ ബാക്കി അവർ ഓടി തീർക്കുമെന്നുള്ളതിന് യാതൊരു ഹല്ലേലൂയ ആമേൻ മാറ്റവുമില്ലാത്ത കാര്യം. സ്തോത്രം. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സാക്ഷ്യം ഒത്തിരി ലോങ് ആയിട്ട് പോകുന്നെന്ന് എനിക്കറിയാം. പക്ഷേ ഹല്ലേലൂയ എനിക്ക് ഞാൻ പറഞ്ഞു തീർത്തു പോവുകയല്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇന്ന് എനിക്ക് ഒരുപാട് ശുശ്രൂഷകൾ ഉണ്ടെങ്കിലും ആ ശുശ്രൂഷകളെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പേഴ്സണൽ ഇവാഞ്ചലിസം. ഇവിടുത്തെ തെരുവോരങ്ങളിലേക്ക് ഞാൻ കടന്നു ചെന്ന് ഹല്ലേലൂയ പരസ്യങ്ങൾ ഒരുപാട് ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ ഹല്ലേലൂയ പല രാജ്യങ്ങളിൽ പോയി സമ്പാദിച്ചത് ഒരു ചെറിയൊരു വാഹനമോ ഒരു മൈക്ക് സെറ്റുമാ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ആദ്യം അത് ചോദിച്ചത് എന്റെ സമ്പാദ്യമാത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടെങ്കിൽ എന്റെ കർത്താവിനെ ഉയർത്തുവാൻ ഒരു മൈക്ക് സെറ്റ് അതിപ്പോ കേടായിട്ടിരിക്കുക. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവമേ വലിയ സിസ്റ്റം ഒക്കെ തന്ന് ആമേ ശക്തമായിട്ട് ഇനി ഒന്ന് ഓടണം. കാരണം ഇപ്പൊ ശാരീരികമായിട്ട് ചില രോഗങ്ങളൊക്കെ വന്നിട്ട് ബലഹീനപ്പെട്ടിരിക്കുക. ആമേൻ. പക്ഷെ എനിക്കറിയാം ഹല്ലേലൂയ ഇതൊന്നും എന്നെ ആമേൻ ഒതുക്കി വെക്കാനല്ല, ഇതിനെ പൊട്ടിച്ചുകൊണ്ട് അടുത്ത ഒരു ലെവലിലേക്ക് ഓടുവാന് ശക്തിയേറിയ ഒരു സുവിശേഷ ദൗത്യം ചെയ്തെടുക്കുവാൻ എനിക്കുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ഞാൻ ഇനിയും വാഞ്ചിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ആമേൻ. ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്ത് പറയട്ടെ. ആമേൻ. സ്തോത്രം. എന്റെ കുഞ്ഞ് മൂത്ത മോളിപ്പോൾ മെഡിസിന് ദുബായിൽ പഠിച്ചുകൊണ്ടിരിക്കുക. 3ാം വർഷം. ഏറ്റവും അത്ഭുതകരമായിട്ട് ദൈവം അവളെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഞാൻ ദുബായിലൊക്കെ ചെല്ലുമ്പോൾ എനിക്കറിയാം അവിടെ ജോലി ചെയ്യുന്ന പാരന്റ്സിന് ഹല്ലേലൂയ അവിടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ആമേൻ. UAE ഏറ്റവും ചിലവേറിയ ഇടത്താണ് ഹല്ലേലൂയ എന്റെ മോൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സാക്ഷ്യം സ്തോത്രം. ഹല്ലേലൂയ. അനുമോള് ഉക്രൈനിലെ ദൈവം അവളെ അയക്കാൻ ഇടയായി തീർന്നു മെഡിസിന് പഠിക്കാനായിട്ട്. അതൊക്കെ സാക്ഷ്യം പറയണമെങ്കിൽ പാസ്റ്റർ ഒരു ദിവസം അവളെ വിളിച്ചിട്ട് സാക്ഷ്യം പറയിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അടുത്ത് വേറൊരു ജീവിതാനുഭവമാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവളെ വളർത്തിയതും ഒക്കെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആമേൻ CMC വെല്ലൂരില് അവൾക്ക് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി. അവിടെ ആമേൻ നഴ്സിംഗിന് വിടാൻ എല്ലാം റെഡിയാക്കിയതാ. സ്തോത്രം. പക്ഷെ ദൈവം ആ വഴികളെയൊക്കെ മാറ്റിയിട്ട് ഉക്രൈന് വിട്ടു. 3ാമത്തെ മാസം യുദ്ധം. ഹല്ലേലൂയ. ആ അനുഭവം കൊടിയ ആമേൻ ആമേൻ അനുഭവത്തിലൂടെയൊക്കെ ആമേൻ വളരെ കഷ്ടതകൾ അനുഭവിച്ച് അവൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാ UAE ഇങ്ങനെ ആമേൻ ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 5 സീറ്റ് കൊടുക്കുന്നെന്ന് അറിഞ്ഞു. അപ്ലൈ ചെയ്തപ്പോ അവിടെ പോയി എക്സാം എഴുതണം. എന്റെ കയ്യിൽ ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഉക്രൈനെ വിടാനും ഒന്നുമില്ല, പഠിപ്പിക്കാനും ഒന്നുമില്ല. ആമേൻ. സ്തോത്രം. ഈ ബൈബിളും ആമേൻ എന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് 2 പേരെ പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, ഈ ബൈബിളും യേശുപ്പച്ചനും പരിശുദ്ധാത്മാവും ഉള്ളിടത്തോളം നമ്മൾ ലജ്ജിക്കത്തില്ല. സ്തോത്രം. ഇന്ന് വരെ ദൈവം ലജ്ജിപ്പിച്ചിട്ടില്ല, കടത്തിനെ കിടത്തിയിട്ടില്ല, ആരുടെ മുൻപിൽ ഒരു നേരത്തെ ആഹാരത്തിന് ദൈവം അയച്ചിട്ടില്ല. ഞങ്ങൾക്ക് നല്ല വണ്ണവും ഹല്ലേലൂയ ഞങ്ങളെ കണ്ടാൽ ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ലാത്ത ആമേ സ്തോത്രം ഞങ്ങളുടെ സഭക്കാരൊക്കെ പറയുന്ന റാണിയും കുഞ്ഞുങ്ങളും കോടീശ്വരം. യെസ്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളെ ദൈവം ജീവിപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഉക്രൈൻ യുദ്ധം കഴിഞ്ഞ് വന്ന് പോയി എക്സാം എഴുതാൻ ടിക്കറ്റ് ഒരു കൂട്ടര് തന്ന്, വിസ വേറൊരു കൂട്ടര് തന്ന്, താമസ സൗകര്യം ആമേൻ ഈ ബൈബിളും എടുത്ത് നടന്നത് നിമിത്തം ഇതെല്ലാം ദൈവം ക്രമീകരിച്ചു. അവിടെ പോയി എക്സാം എഴുതി.
മോൾ അവിടെ ടോപ്പറായി. 3 വർഷം ഫീസ് അടയ്ക്കണ്ട. സ്തോത്രം. 5 പൈസ അങ്ങോട്ട് ഫീസ് കൊടുക്കാതെ ദൈവം അവളെ മെഡിസിൻ 3-ാം വർഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, സ്തോത്രം, ആമേൻ, ഹോസ്റ്റൽ സൗകര്യത്തിന് അവിടെ ഭയങ്കര ഫീസ് ആയതുകൊണ്ട് പുറത്ത് ഒരു ബെഡ് സ്പേസ് എടുത്ത് അവൾ അവിടെ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ബഹുവിധമായ ആവശ്യങ്ങളുണ്ട്. പക്ഷെ ആരുടെ മുന്നിൽ കൈനീട്ടാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവം ജയത്തോടെ നടത്തുന്നു. പല വഴികളും അടയുമ്പോൾ ദൈവം പുതുവഴികളെ തുറക്കുന്നു. ആമേൻ. നമ്മൾ എത്രമാത്രം ബലഹീനരാകുന്നു, നമ്മുടെ ദൈവം അത്രമാത്രം ബലവാനായി നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. നമ്മൾ എത്രമാത്രം അശക്തരാകുന്നോ, നമ്മുടെ കർത്താവ് അത്രമാത്രം ബലശാലിയായി ജയശാലിയായി നമുക്ക് വേണ്ടി അത്യുന്നത ദൈവം എഴുന്നേൽക്കും. അതെന്റെ കുഞ്ഞിനെ അനുഭവിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. എന്റെ മോനാണെങ്കിൽ ഇപ്പോൾ +2 പഠിക്കുന്നു. സ്തോത്രം. കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുവാൻ മനസ്സ് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊന്നിനും പ്രാർത്ഥിക്കേണ്ട. കർത്താവെ, ആ റാണി സിസ്റ്ററെയും കുഞ്ഞുങ്ങളെയും അന്ത്യം വരെ ഈ ദൈവവചനത്തിന് മുമ്പാകെ വിശ്വസ്തയോടെ നിർത്തണമേ. അവർ ഈ കർത്തൃവേലയിൽ നിലനിൽക്കുവാന് അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം എനിക്കറിയാം ദൈവം വിശ്വസ്തനാ. ഇനി ഒരു കാര്യം കൂടെ പറയാം. 2005 ഞങ്ങൾ ആ സുനാമിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അച്ഛനാണ് ഇമ്മാനുവൽ മിനിസ്ട്രീസ് പ്രാർത്ഥിച്ച് ആരംഭിച്ചു. എന്നിട്ട് പരസ്യയോഗങ്ങളും ചെറിയ മിനി കൺവെൻഷനുകളും ഒക്കെ അദ്ദേഹം നടത്തി. 2007 എനിക്കൊരു മകൻ ജനിച്ചപ്പോൾ അച്ഛൻ ആരോടും ചോദിക്കാതെ മോനും പേരിട്ട് ഇമ്മാനുവൽ. സ്തോത്രം. 2008 അച്ഛൻ നിത്യതയിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇമ്മാനുവൽ മിനിസ്ട്രീസും പോയെന്നാ വിചാരിച്ചത്. സ്തോത്രം. അത് കഴിഞ്ഞ് 10 വർഷം ഞാൻ വിവിധ ജോലികൾ ചെയ്ത എന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയത് ഈ വചനം എടുത്തുകൊണ്ടുണ്ടല്ലോ. ദൈവത്തെ ലജ്ജിപ്പിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ സംഗതി വരരുത്. ദൈവനാമം ദുഷിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ സംഗതി വരരുത്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിഷയമാ. ചെറുപ്പത്തിലെ കർത്താവെ, ഞാൻ നിമിത്തം അവിടുത്തെ നാമം ദുഷിക്കപ്പെടുമെങ്കിൽ ആ സെക്കൻഡുകൾക്ക് മുമ്പിൽ എന്നെ അങ്ങ് ചേർത്തുകൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴും ഞാൻ വളരെ പ്രാഗൽഭ്യത്തോട് പറയുക, സ്തോത്രം, ഞാൻ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് ക്ഷണം മുമ്പേ ഞാൻ ദൈവസന്നിധി ചേർന്നുകൊള്ളും. ഹല്ലേലൂയ. ഇതൊക്കെ ആമേൻ, ആ ചെറുപ്പം മുതലേ ഈ വചനത്തിനകത്ത് അടിത്തറയിട്ട എനിക്ക് ഉള്ള ചില മൂല്യങ്ങളാണ്. കർത്താവിന്റെ ദാസൻ എന്നെ പഠിപ്പിച്ച് കടം വാങ്ങരുത്. സ്തോത്രം. കടം വാങ്ങരുത്. ആരുടെ മുൻപിൽ പോയി കൈ നീട്ടരുത്. ആമേ, കൃത്യമായ ദശാംശം കൊടുക്കണം. സ്തോത്രം. ഇതൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളായിരുന്നു. കാരണം യാതൊരു പണമിടപാടും എനിക്കില്ലായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ അതിലൊക്കെ പഠിപ്പിച്ചത് നിമിത്തം ഉണ്ടല്ലോ ഇന്ന് ഞാൻ ആർക്കും കടക്കാരിയല്ല. സ്തോത്രം. ഞാനും കുഞ്ഞുങ്ങളും ആമേൻ ഈ വചനത്തിന്റെ ആമേൻ ആമേൻ സ്തോത്രം തേജസ്സോടെയാ മാന്യതയോടെയാ ഞാനും കുഞ്ഞുങ്ങളും ഈ ദേശത്തായിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ തക്ക കാലത്ത് ഫലം കായ്ക്കണം. നമ്മൾ ഇലവാടാത്ത വൃക്ഷമായിരിക്കണം. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. ഹല്ലേലൂയ. എന്റെ സാക്ഷ്യത്തിലൂടെ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് കൈമാറ്റം ചെയ്യാനുള്ളത്. കാരണം ഈ ജീവിതം വെറും കുറഞ്ഞ കാലയളവേ ഉള്ളൂ. സ്തേഫാനോസിനെ പോലെ ജീവിക്കുന്ന കാലയളവ് ജ്ഞാനപൂർണരായി ജീവിച്ച് ദൈവകൃപയിൽ ജീവിച്ച് അല്ല അന്തസ്സോടെ നിത്യതയിൽ ചേരണം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ മരിക്കും. നമ്മൾ നിശ്ചയമായും മരിക്കും. പക്ഷെ മരിക്കുന്നെങ്കിലും ഹല്ലേലൂയ നല്ല ദൈവകൃപയോടെ ആമേൻ ദൈവ സാന്നിധ്യത്തിനകത്ത് ഹല്ലേലൂയ ആ ഒരു ആമേൻ സ്തോത്രം. ചിലത് നമ്മുടെ ജീവിതത്തിനകത്ത് ക്വാളിറ്റി ഉണ്ടാവണം. ലോകം പോലും നോക്കുന്നത് ക്വാളിറ്റിയാ, ക്വാണ്ടിറ്റി അല്ല. സ്തോത്രം. ക്വാളിറ്റി ഉള്ള ഒരു ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടി നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ അധ്വാനിക്കണം. സ്തോത്രം. പലതിനെയും ക്രിസ്തു നിമിത്തം ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന സങ്കല്പങ്ങളെ ചിന്തകളെ പിടിച്ചൊതുക്കണം. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കണം. അങ്ങനെ നമ്മൾ മരിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരിൽ ജീവൻ വ്യാപരിക്കുകയുള്ളൂ. സ്തോത്രം. 2020 ഞാൻ അബുദാബിയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന സമയം കോവിഡിന്റെ ലോക്ക്ഡൌൺ, അതൊക്കെ ഒത്തിരി സാക്ഷ്യമാ പാസ്റ്ററെ, എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇമ്മാനുവൽ മിനിസ്ട്രീസ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണം. ഞാൻ പറഞ്ഞു, കർത്താവെ, ഒരുപാട് ശുശ്രൂഷയുള്ള സമയമാണ്. വീട്ടിലെ ജോലി ഞാൻ തനിയെ ചെയ്യണം, കുഞ്ഞുങ്ങളെ നോക്കണം, സമ്പത്ത് ഉണ്ടാക്കണം, എനിക്കിതെല്ലാം കൂടെ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബറോഡയിൽ ഒരു മീറ്റിങ്ങിന് കയറി. സ്തോത്രം. 1-2 സഹോദരിമാർ വചനം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, നമുക്കൊരു മലയാളം കൂട്ടായ്മ വേണം. റാണി സിസ്റ്റർ ഒരു
ഗ്രൂപ്പ് തുടങ്ങി. ഞാൻ പെട്ടെന്ന് ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ആ 2020 തന്നെ സൂമിൽ പ്രെയർ തുടങ്ങി. 2021 കൃപയാൽ ഇമ്മാനുവൽ മിനിസ്ട്രീസ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ദൈവം കൃപ ചെയ്തു. എന്നിട്ട് എനിക്ക് ഒത്തിരി ദർശനങ്ങൾ തന്നു. ഓൾഡ് ഏജ് ഹോം, ചിൽഡ്രൻസ് ഹോം, ഷെൽട്ടർ ഹോം. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ബിഷപ്പ് പറഞ്ഞവർക്കേ ബിഷപ്പിന്റെ വില അറിയൂ. വിധവയെന്ന് പറഞ്ഞ ഭവനം തരാതെ, ഭവനം ലഭിക്കാതെ, സ്തോത്രം, ഞാൻ ഇന്നും കുഞ്ഞുങ്ങളെയും കൊണ്ട് നിലവിളിക്കുന്ന എനിക്ക് അറിയത്തോളൂ. സ്തോത്രം, മറ്റുള്ളവരുടെ ഇമോഷൻസ് ലെവൽ അല്ല പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനവും എടുത്ത് അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതലായ വിധവയുടെ ജീവിതം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, സാക്ഷാൽ വിധവയായവൾ അവൾ ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ നടക്കണം, രാപ്പകൽ ദൈവസന്നിധിയിൽ ഇരിക്കണം. അവള് മറ്റു വീടുകളിൽ കൂടെ നടന്ന് നുണയും കൊതിയും പരത്താനുള്ളവളല്ല. ഈ വചനം അറിയാവുന്ന ഞാൻ അതിനനുസരിച്ച് ജീവിക്കുന്നവളാണ്. സ്തോത്രം, മറ്റുള്ളവരുടെ ഇമോഷൻസ് ലെവലിൽ അല്ല എന്റെ ജീവിതം. അപ്പോൾ ആ അവസ്ഥയിൽ കഴിയുന്ന സഹോദരിമാർക്ക് ഞാൻ കൈത്താങ്ങലായില്ലെങ്കിൽ മറ്റാർക്ക് കൈത്താങ്ങലാകാൻ പറ്റും? ഞാനിവിടെ ചില ആയുർവേദ ഹോസ്പിറ്റലുകളുണ്ട്. ആർക്കും വേണ്ടാത്ത ചില മാതാപിതാക്കളുണ്ട്. അവരുടെ അടുക്കലേക്ക് പോകും. അവർക്ക് വല്ല ഇലയുടെയോ ഒരു ചായയോ ഒക്കെ മേടിച്ചു കൊടുത്ത് അവരോടൊപ്പം സുവിശേഷം പങ്കിട്ട് അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷവും. സ്തോത്രം, മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവെക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷവും. സ്തോത്രം, ഇതിലപ്പുറമായിട്ട് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ എനിക്കൊരു സന്തോഷം വേറെ ഇല്ല. ഹല്ലേലൂയ. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഓർപ്പിപ്പാൻ തുടങ്ങി, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ എന്റെ ഈ പൈസ ഇല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല. പക്ഷെ ഞാനിതെല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് വിശ്വാസത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുക. കർത്താവേ, അങ്ങ് എന്താണ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകും? ഞാൻ പറഞ്ഞത്, നടുന്നവനും നനയ്ക്കുന്നവനും ഏവനുമല്ല, വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. സിജു മാത്യു പ്രാർത്ഥിച്ചു തുടങ്ങി. റാണി ഇവിടെ നിന്ന് ചിലത് ചെയ്യുന്നു. വളരുമാറാക്കുന്ന ഒരു ദൈവമാണ് ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ദൈവവേല, നമ്മൾ ജീവിക്കുന്ന ജീവിതം, ഇതെല്ലാം കർത്താവിന്റെ ഹിതപ്രകാരമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആ ഇമ്മാനുവൽ മിനിസ്ട്രീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പ്, സൂം മീറ്റിങ്ങുകള് എല്ലാ ദിവസവും രാവിലെ 11:30 മുതൽ പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഈ സമയം പ്രെയർ നടന്നുകൊണ്ടിരിക്കുക. 5 മുതൽ പ്രെയർ ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രിയിൽ നൈറ്റ് പ്രെയർ. ഒരു കൂട്ടം ജനം തലമുറയ്ക്ക് വേണ്ടി ഇന്നും നിലവിളിക്കുന്ന എല്ലാ വെള്ളിയാഴ്ച രാത്രിയിൽ പ്രെയർ ഉണ്ട്. ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ ആരാധനയുണ്ട്. 7 മണി മുതൽ ചിൽഡ്രൻസ് പ്രോഗ്രാം ഉണ്ട്. ഹല്ലേലൂയ. ഒരു സഭ എനിക്കില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ ഇരിക്കുന്ന ഇടം ആരാധനാലയമാക്കി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ, സ്തോത്രം, സാധിപ്പിക്കുന്ന ഒരു ദൈവം. എന്റെ അച്ഛൻ മരിച്ചപ്പോൾ സഭ ഇല്ലാതായി, ശുശ്രൂഷ ഇല്ലാതായി, ജീവിതം. എല്ലാവരും വിചാരിച്ചു ഞാനും കുഞ്ഞുങ്ങളും ഇനി ജീവിക്കത്തില്ല. കാര്യം ഞങ്ങൾക്കൊന്നുമില്ല, ഇന്നുമില്ല, ലോകപ്രകാരം ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഇതിൽ ഞങ്ങൾ സമ്പന്നരാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ സാക്ഷ്യം വെറും പ്രചോദനമല്ല, ക്രിസ്തുവിന്റെ നാൾ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ഒരു സാക്ഷ്യമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നത്. അതിന് ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസനോടും അരോമ ടിവിയോടും ഇതിനെല്ലാം സ്തോത്രം, ഇതിനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. വളരെ ഹൃദയസ്പർശിയായ അനുഗ്രഹീതമായ ജീവിതാനുഭവവും ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവാസന്നിധിയിൽ പങ്കുവയ്ക്കുവാൻ പ്രിയ റാണി സിസ്റ്ററിനെ കർത്താവ് ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ വളരെ മാതൃകയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീയ പശ്ചാത്തലം ലഭിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും ആവശ്യത്തിന് വിദ്യാഭ്യാസവും അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതവും ശുശ്രൂഷയുടെ തലങ്ങളുമൊക്കെ
ദൈവം അനുവദിച്ചു. പല കഷ്ടങ്ങളുടെ നടുവിലൂടെയും പ്രയാസങ്ങളുടെ നടുവിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വന്നു. എങ്കിലും അതൊന്നും ദൈവം കൈവിടുന്ന അനുഭവങ്ങളല്ല, പകരം ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാനുള്ള ഓരോ അവസരങ്ങളായിരുന്നു അതെന്ന് ഓരോ വാക്കിലൂടെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അത് വളരെ വ്യക്തമാണ്. കഷ്ടതയുടെ ആ നാളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചവരാരുമല്ല ഒരു പക്ഷെങ്കിൽ നമ്മളെ സഹായിക്കുവാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ അടുക്കിലേക്ക് വന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത അനേക പ്രിയപ്പെട്ടവരെ ദൈവം ആ സന്ദർഭങ്ങളിൽ ആശ്വാസത്തിനായി ദൈവം ഒരുക്കുകയും ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ആ കഷ്ടതയുടെ നാളുകളിൽ കൂടെ ഇരുന്ന് സഹായിക്കുവാൻ തക്കവണ്ണം നാം ഇനിടയായി തീർന്നല്ലോ. നാം ജീവിതത്തിൽ ഒറ്റയ്ക്കാകുമ്പോൾ കഷ്ടത എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നാം തള്ളപ്പെടുകയല്ല, പിന്നെയോ ആ കഷ്ടതയുടെ നടുവിൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ചില നിക്ഷേപങ്ങളുണ്ട്. ആ നിക്ഷേപങ്ങളെ എത്തിപ്പിടിക്കുവാൻ വേണ്ടിയുള്ള ഒരു വഴിയായി, അല്ലെങ്കിൽ ഒരു കരമായി, ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കുന്നത് നാം തിരിച്ചറിയുക. ആ ദൈവം നമ്മുടെ കരങ്ങളിൽ പിടിച്ച് നമ്മളെ മുന്നോട്ട് നടത്തുകയാണ്. അതുകൊണ്ടാണ് റാണി സിസ്റ്റർ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. ഇല്ലായിരുന്നു എങ്കിൽ മുന്നോട്ടുള്ള ഈ യാത്ര ഇത്രത്തോളം വരുമായിരുന്നില്ല, അല്ലെങ്കിൽ വിജയിക്കുമായിരുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കൂടപ്പിറപ്പുകൾ, മാതാപിതാക്കന്മാർ, ഭർത്താവ് അല്ലെ ഭാര്യ, മക്കൾ ഒക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ്. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച, നമ്മൾ വിശ്വാസമർപ്പിച്ച പ്രിയപ്പെട്ടവരൊക്കെ, ഉറ്റവരും ഉടയവരും നമ്മെ വിട്ടു പോകുമ്പോൾ നാം ഒറ്റയ്ക്ക് മുന്നോട്ട് ജീവിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നേരിടുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കിയെടുക്കുന്ന അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പ്രിയ സിസ്റ്റർ ഓർപ്പിച്ചു, കടയിൽ പോയി എന്തെങ്കിലും ഒന്ന് വാങ്ങാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പാചകം ചെയ്യുവാനോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ നിൽക്കുവാനോ ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. കാരണം മറ്റുള്ള പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ സഹോദരങ്ങളെ, ഭർത്താവ്, പ്രിയപ്പെട്ടവരൊക്കെ ആ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ട് അതിനൊന്നും പ്രയാസപ്പെടേണ്ടി വന്നില്ല. പക്ഷേ എല്ലാം ജീവിതത്തിൽ പഠിക്കുവാനും അതിനെയൊക്കെ അതിജീവിക്കുവാനും ജയിക്കുവാനും ജീവിതത്തിൽ ദൈവം സഹായിച്ചു, പഠിപ്പിച്ചു. നമ്മുടെ തകർച്ചയിലും നമ്മുടെ വേദനയിലും നാം നിരാശപ്പെട്ട് പോകുവാൻ അല്ല, ദൈവത്തിൻ്റെ കരം നമ്മെ പിടിച്ചുയർത്തുന്നതായ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ള ഓരോ ദൈവവേദി പ്രത്യാശ. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, ഒരുപക്ഷെങ്കിൽ നിങ്ങളിൽ പലരുടെയും അനുഭവമായിരിക്കാം വാത്സല്യ സഹോദരിയിലൂടെ കേൾക്കുവാൻ ഇടയായി തോന്നുന്നത്. ആരോടും പറയാൻ കഴിയാതെ മനസ്സിൽ തെങ്ങി നിറഞ്ഞ് വേദനകൾ പേറി ജീവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, മാതാപിതാക്കന്മാരെ ഒരുപക്ഷെങ്കിൽ ഈ സാക്ഷ്യം ഞങ്ങളെ ശ്രവിക്കുന്നുണ്ടാവാം. എന്നാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ്, അവസരങ്ങൾ നിങ്ങൾ നിരാശയോടെ പരിതപിച്ച് തള്ളി നീക്കുവാനല്ല, പകരം നിങ്ങളുടെ അടുക്കൽ, മകനെ, മകളെ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളോട് പറയുന്ന കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ആ കർത്താവിനെ കാണുവാൻ, ആ നമ്മെ പിടിച്ചിരിക്കുന്ന കർത്താവിൻ്റെ അദൃശ്യ കരം ഒന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ധൈര്യപ്പെടുവാൻ ഇടയായി തീരുമാറാകട്ടെ. നമുക്കറിയാം, ആമേനെ യേശുവിൻ്റെ കല്ലറയ്ക്കൽ വെളുപ്പിനെ ഓടിച്ചെന്നതായ ആ
വാത്സല്യ സഹോദരി മറിയ വളരെ വേദനയോടുകൂടി അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ കണ്ണുനീര് കണ്ട് യേശു കർത്താവ് അവളുടെ അടുക്കൽ വന്നു. അവളുടെ വാക്കുകൾ മനസ്സിലാക്കിയിട്ട് അവളോട് പറയുന്ന വാക്കുകൾ, മറിയെ ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന യേശു കർത്താവിൻ്റെ വാക്കുകൾ തിരുവെഴുത്തുകളിലുടനീളം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ പ്രിയ റാണി സഹോദരി, വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ എന്ന് തുടങ്ങിയോ അന്നു മുതൽ ഇന്നുവരെ ആ ദൈവത്തിൻ്റെ വചനമാണ് ആ പ്രിയ സഹോദരിയെ ബലപ്പെടുത്തിയിരിക്കുന്നത്, വഴി നടത്തുന്നത്, നിർത്തിയിരിക്കുന്നത് എന്നുള്ള ആ ശക്തമായ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ ഉണ്ടല്ലോ, നിങ്ങൾ വായിക്കണം. ഇല്ല എങ്കിൽ ഒരു ബൈബിൾ വാങ്ങിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് അത് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് വിശുദ്ധ തിരുവെഴുത്തുകൾ ആശ്വാസമായിരിക്കും. അതിലെ വചനങ്ങൾക്ക് ജീവനുണ്ട്, ശക്തിയുണ്ട്. അത് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ആ ദൈവവചനത്തിൻ്റെ ശക്തിയെ വായിച്ച് പഠിച്ച് തിരിച്ചറിഞ്ഞ് അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമ്മളായിരിക്കുന്നിടത്ത് നമ്മുടെ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ മുൻപാകെ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുമ്പോൾ അരോമാ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിയ റാണി സിസ്റ്റർ ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ നാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. യേശുപ്പച്ച, അരോമ ടിവിയിലൂടെ കർത്താവിന്റെ ദാസൻ ചെയ്ത ഈ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അനേക ജീവിതങ്ങൾക്ക് അനേകരുടെ സാക്ഷ്യങ്ങൾ ആമേൻ എത്തിച്ചു കൊടുക്കുവാൻ അങ്ങയുടെ ദാസനെ ഈ തലമുറയിൽ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പല പല നിയോഗങ്ങളാ സ്വർഗം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്തെടുക്കുക. കർത്താവ് കൃപ ചെയ്തണം. ഹല്ലേലൂയ. അങ്ങയുടെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്ക് ഏറിയ ദൈവകൃപ നൽകിയാട്ടെ, ഏറിയ അഭിഷേകത്തിന്റെ ശക്തി പകർന്നാട്ടെ. ഈ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിന് വിടുതലിനും ഉദ്ധാരണത്തിനും കാരണമാവട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ശത്രുവിനെ ജയിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനങ്ങൾ ഹേതുവായുമാണ്. ഓ റമന ഹസി ഋഗനഘടകനക. ഈ സാക്ഷ്യവചനങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും പ്രയോജനപ്രദമായി ഹല്ലേലൂയ അവരെ ജീവിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണോ. ആമേൻ. ഹല്ലേലൂയ. തളർന്ന കൈകളെ അങ്ങ് ബലപ്പെടുത്തിയാട്ടെ നാഥ. കുഴഞ്ഞ മുഴങ്കാലുകളെ അങ്ങ് ശക്തീകരിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. ഈ വചനം ജീവിപ്പിക്കുന്ന ദൈവവചനം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, മരിച്ചവരെ ജീവിപ്പിക്കുന്ന അസാധാരണ അഭിഷേകത്തിന്റെ ശക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ഓ റഗനഘടകമനവ. മനം തകർന്നിരിക്കുന്നവരെ അങ്ങ് ശക്തിപ്പെടുത്തിയാട്ടെ നാഥ. ഓ ശഗനഘടകമന. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് ഹല്ലേലൂയ ശക്തിപ്പെടുത്തി ബലം നൽകി അവയെ പ്രത്യാശയിൽ മുന്നോട്ട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില വഴികൾ അടയപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്. സ്വർഗം അവർക്ക് വേണ്ടി വഴികൾ തുറക്കണമേ. ഞങ്ങളുടെ തലമുറകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അവിടുത്തെ ഹിതം നിറവേറട്ടെ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണം. അടിയനെ അതിനുവേണ്ടി ഇനിയും സഹായിക്കണം കർത്താവേ. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ ഓടിയതുപോലെ അല്ല. ആമേൻ. സ്തോത്രം. ഞങ്ങള് ആമേൻ പിടിച്ചു എന്നല്ല, ആമേൻ പിടിക്കാമോ എന്ന് വെച്ച്, നേടാമോ എന്ന് വെച്ച് ഹല്ലേലൂയ വീണ്ടും ശക്തിയോടെ മുന്നോട്ട് ഓടുവാൻ ഞങ്ങളുടെ ഓട്ടം തികപ്പാൻ കർത്താവിന്റെ കൃപ തരണം. ഏറിയ അനുഗ്രഹങ്ങളാ ഞങ്ങളെ നിറച്ചു മാറ്റാം. മഹത്വം അങ്ങ് എടുത്താട്ടെ. ഞങ്ങൾ എല്ലാവരും ഒരു അരോമയാകട്ടെ കർത്താവേ. ക്രിസ്തുവിന്റെ വിശിഷ്ട സൗരഭ്യം ഞങ്ങളിൽ കൂടെ ഈ ലോകത്തിലേക്ക് വെളിപ്പെടുവാനിടയാട്ടെ. ഇതിനായി സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്
യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസി പ്രിയ റാണി സിസ്റ്ററിനുള്ളതായ നന്ദി സ്നേഹവും ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയിക്കുന്നു. കർത്താവ് സൗഖ്യവും ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം പിന്നെ സഹായിക്കട്ടെ, അവസരങ്ങളെ തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, അതല്ല ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.